അധ്യക്ഷൻ പൗലോസ് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വൈദിക സഹോദരങ്ങളെ, ഏറ്റവും പ്രിയമുള്ള സ്നേഹിതരെ, മനുഷ്യ ദർശനം ക്രിസ്തീയ പാരമ്പര്യത്തിൽ എന്താണ് എന്ന് ചിന്തിക്കുവാനാണ് ഇന്ന് നമ്മൾ സമയമെടുക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രകൃതി തന്നെ വേദമാണ്, നേച്ചർ ആ സ്ക്രിപ്ചർ എന്നുള്ള ചിന്ത നാം എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കാരണം ആരാണ് പറയുന്നത് നേച്ചർ ഈ സ്ക്രിപ്ചർ എന്ന് ആര് പറയുന്നു? ആരാണ് പ്രകൃതിയെ നോക്കിക്കാണുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനോഭാവം, മനുഷ്യൻ്റെ ദർശനം, മനുഷ്യൻ്റെ വിചിന്തനം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അവിടേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട വിഷയമാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. കാരണം രാത്രിയിലൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ടൈപ്പ് ചെയ്തതുകൊണ്ട് അവിടെയും ഇവിടെയൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നോക്കി തെറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയച്ചു തരാം. ഇത് അപൂർണമായ ഒരു കടലാസാണ്, വർക്കിംഗ് പേപ്പറാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ദയവായിട്ട് പബ്ലിഷ് ചെയ്തവർക്കും ഗൗരവമായിട്ട് എടുക്കുകയും വേണം. തെറ്റുകൾ ധാരാളമുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ ദ ഹ്യൂമൻ ഹൊറൈസൺ, നമ്മുടെ പൊതു വിഷയമായ എക്സ്പ്ലോറിങ് ദി ഹൊറൈസൺ ഓഫ് ഫെയ്ത്ത് എന്നുള്ളതിനോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, മിസ്റ്ററി ആൻഡ് മാസ്റ്ററി എന്നുള്ളത് ഇൻവേർട്ടഡ് കൊമാസിലാണ്. അതെൻ്റെ ഫ്രേസ് അല്ല, അത് എൻ്റെ ഗുരുവായിരുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൃതികളിൽ നിങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ് മിസ്റ്ററി ആൻഡ് മാസ്റ്ററി. ഇവിടെ അത് പ്രസക്തമാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് അത് മുകളിൽ കൊടുത്തിരിക്കുന്നത്. മെഡിറ്റേറ്റിംഗ് ഓൺ എ വേർഡ്സ് ഫ്രം ദി ബുക്ക് ഓഫ് സാംസ്, ആദ്യത്തെ കൊട്ടേഷൻ. ബൈബിളിൽ മനുഷ്യ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഇത് വളരെ പ്രസിദ്ധമാണ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ്. ലെറ്റ്സ് read it. When I look at your heavens and the work of your fingers, the moon and the stars that you have established, what are human beings that you are mindful of them? Mortals that you care for them. Yet you have made them a little lower than God and crowned them with glory and honor. Psalm number 8. They have also given a quotation from Callisto's well. Our world image has been distorted because our human image, our self-understanding has become flawed. I took that citation because it is my conviction too, that basically it is our own self-image which is decisive for our world image. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം വളരെ നിർണായകമായിരുന്നു എന്ന് ഞാൻ പിൽക്കാലത്ത് ചിന്തിക്കുന്നു. 27 വയസ്സുള്ളപ്പോഴാണ് പോളണ്ടിലെ സുപ്രസിദ്ധമായ ഔഷ്വിറ്റ്സ് ബിർക്കിനൗ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണുന്നത്. അന്ന് യൂറോപ്പിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന പോളിഷുകാരായ ചില വിദ്യാർത്ഥികൾ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു ഒരു സമ്മറിൽ പോളണ്ടിൽ ചെല്ലാൻ. അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ ട്രെയിനിൽ പാരീസിൽ നിന്ന് വാഴ്സോ വരെ യാത്ര ചെയ്തു. ആ സമയത്ത് ഈസ്റ്റ് ബെർലിൻ ബോർഡർ കടക്കേണ്ടി വന്ന രാത്രിയിലാണ്. അതിപ്പോഴും ഭീകരമായ ഓർമ്മയാണ്. ബോർഡറിൽ ചെല്ലുമ്പോൾ രാത്രിയിൽ നമ്മളെ ശക്തിയായ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് അടിച്ച് ഉണർത്തിയിട്ട് നമ്മുടെ തൊട്ട് മൂക്കിനടുത്ത് വരെ വരും അവരുടെ പട്ടി, ഭയങ്കരനായ പോലീസ് പട്ടിയെ കൊണ്ട് നമ്മളെ മണപ്പിച്ച് നമ്മളെങ്ങനെയൊക്കെ ഹരാസ് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കടത്തിവിടുന്നത്. അതായിരുന്നു ബെർലിൻ്റെ ആദ്യത്തെ അനുഭവം. പോളണ്ടിൽ ചെന്നപ്പോൾ ഒരു പലയിടത്തും കൊണ്ടുപോയ കൂട്ടത്തിൽ
ഈ ഔഷ്വിറ്റ്സ് ബിർക്കിനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. എൻ്റെ ഓർമ്മ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് അവിടെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയസിസിലാണ് ഈ പറയുന്ന ഔഷ്വിറ്റ്സ് ബിർക്കിനാവ്. അതിൻ്റെ പടം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ചുറ്റുപാടും മുള്ളുവേലിയിട്ട, ഇലക്ട്രിഫൈ ചെയ്ത മുള്ളുവേലിയിട്ട അതിവിസ്തൃതമായ ഒരു പ്രദേശം. അതിൻ്റെ വാതിൽക്കൽ ഒരു ഗേറ്റിൽ ജർമ്മൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആർബൈറ്റ് മാക്സ് ഫ്രൈ, ലേബർ വർക്ക് മേക്സ് യു ഫ്രീ. മനോഹരമായ വാചകമാണ്. അതിൻ്റെ അകത്ത് കടന്നതിന് മ്യൂസിയമാണ്. 30 വർഷം, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ 30 വർഷമായിരുന്നു, 75. പക്ഷേ മ്യൂസിയം ആണെങ്കിലും അതിലൂടെ കുറേ മണിക്കൂറുകളെടുത്ത് കടന്നുപോയി കഴിഞ്ഞപ്പോഴേ ഞാൻ വാസ്തവത്തിൽ ഡിപ്രസ്ഡായി. കുറേ ദിവസങ്ങൾ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ശരിക്കും പത്തോളജിക്കലി ഒരു ഡിപ്രഷൻ എനിക്ക് ഉണ്ടായി. എൻ്റെ കൂട്ടുകാർ വളരെ വിഷമിച്ചു എന്നെ അവിടെ കൊണ്ടുപോയല്ലോ എന്നുള്ളത്. കാരണം അവിടെ യൂറോപ്പിൽ പോകുന്നതിന് മുൻപ് ഞാൻ കേട്ടിരുന്ന മനുഷ്യ ദർശനം പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനി പഠിപ്പിച്ചതാണ്. അത് നിസായിലെ ഗ്രിഗോറിയോസിൻ്റെയും മറ്റുമൊക്കെയുള്ള ഹൈ തിയോളജിക്കൽ ഒപ്റ്റിമിസ്റ്റിക് ആന്ത്രോപോളജിയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാണ്, മനുഷ്യൻ ദൈവീകരിക്കപ്പെടേണ്ടവനാണ് എന്നൊക്കെയുള്ള അതിമനോഹരമായ പ്രസ്താവനകൾ അല്പമൊക്കെ ഹൃദയസ്ഥമാക്കിക്കൊണ്ടാണ് അവിടെ ചെന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ പഠിച്ചതെല്ലാം തകർന്നുപോയി. ജർമ്മൻകാരെന്ന് പറയുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നരായ ജനതയാണ്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും സാഹിത്യത്തിലും മനുഷ്യൻ്റെ എല്ലാ സാംസ്കാരിക മേഖലകളിലും ഏറ്റവും ഉന്നതമായ സ്ഥാനം പുലർത്തുന്നവരാണ്. അവരാണ് ഇങ്ങനെ ചെയ്തത്. മനുഷ്യനെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തത്. ഇത് വെറുതെ കൊല്ലുകയല്ല, സിസ്റ്റമാറ്റിക്കായിട്ട്. അവിടെ കൊന്ന ഓരോ വ്യക്തിയുടെയും പടമുണ്ട്, അതിൻ്റെ താഴെ ഒരു ബയോഡേറ്റയും കൊടുത്തു. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം ചെയ്തിരിക്കുകയാണ്. മരിച്ചുപോയ ആളുകളുടെ തലമുടി അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആ തലമുടിയുടെ നിറമനുസരിച്ച് കറുപ്പ്, ബ്രൗൺ, ബ്ലോണ്ട് ഇതെല്ലാം പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അവരുടെ ആ തലമുടി ഉപയോഗിച്ച് മാറ്റുണ്ടായി. നമ്മൾ ചവിട്ടുന്ന മാറ്റുകൾ പലതും ഈ മരിച്ചുപോയ കൊല്ലപ്പെട്ട യഹൂദന്മാരുടെയും ജിപ്സികളുടെയും അനാര്യന്മാരായ പലരുടെയും മുടിയാണെന്ന് നമ്മൾ പിന്നീടാണ് അറിയുന്നത്. ഈ ശവശരീരങ്ങൾ വലിയ ട്രെയിനിൽ ഒരു ചൂളയ്ക്കകത്തൂടെ കടത്തിവിടുകയാണ്. ചൂളയ്ക്കകത്ത് ചെല്ലുമ്പോൾ ഇത് നമ്മുടെ ടിപ്പർ ലോറി മറിയുന്നത് പോലെ എതിർവശത്തേക്ക് മറിയും ശരീരത്തിലെത്തിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ചെന്നപ്പോഴേ ഈ നല്ല വെളുത്ത മണൽത്തരികൾ പോലെ കണ്ടു ഒരു പ്രദേശം മുഴുവൻ. ഞാൻ വിചാരിച്ചു നല്ല വെളുത്ത മണൽത്തരി എവിടെ നിന്നോ കൊണ്ടുവന്ന് കടത്തിരുന്ന് കൊണ്ടിട്ടായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻട്രിക് ഹൗസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, എൻട്രി എന്നോട് പറഞ്ഞു ഒരു പിടി കയ്യിലെടുത്ത് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. ഞാനടുത്ത് കയ്യിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് എല്ലിൻ്റെ തരികളാണ്, ബോൺ പാർട്ടിക്കിൾസാണ്. ഇവിടെ ചുട്ടരിച്ച് വന്നവരെ എല്ലാം അതിൻ്റെ ഭസ്മം എടുത്തിട്ട് അവരൊരു വലിയ കുളം നികത്തി, വലിയ കുളം നികത്തി. അവിടെ അതിന് മുകളിൽ കിടക്കുന്ന എല്ലിൻ്റെ പൊടി ഇപ്പോഴും കാണാതെ. അപ്പം ഒരു മ്യൂസിയം നമ്മളെ ഇത്രയും ഭയപ്പെടുത്തിയെങ്കിൽ ചിന്തിച്ചു നോക്കണം അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് മനുഷ്യനോട് പെരുമാറിയത്. ഇതെനിക്കൊരു ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സംഗതിയായിരുന്നു. അതുകൊണ്ട് ഈ എന്താണ് മനുഷ്യൻ എന്നുള്ള ചോദ്യം വീണ്ടും 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 ചോദിക്കണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടു കാണും, മലാല യൂസുഫ് സായി എന്നു പേരുള്ള 16 വയസ്സുകാരി യുണൈറ്റഡ് നേഷൻസിൽ നടത്തുന്ന പ്രസംഗം കണ്ടു കാണും, അല്ലെങ്കിൽ കാണണം. ഞാൻ ഇത് CD കൊണ്ടുവന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരു പ്രൊജക്ടർ കൊണ്ടുവരാമെങ്കിൽ ഇപ്പം ഇന്ന് തന്നെ നമുക്കത് കാണാതെ അല്പസമയമുള്ളൂ. അതിമനോഹരമായ, എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, താലിബാൻ വെടിവെച്ചിട്ട് തലയുടെ ഇടതുവശത്തു കൂടി ബുള്ളറ്റ് കയറി തലച്ചോറിനെ ഒരു ഭാഗം നശിപ്പിച്ച് പൂർണ്ണമായ ഗൗരവാവസ്ഥയിലാണ് അവിടെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല ചികിത്സ കൊടുത്തു, സ്നേഹം കൊടുത്തു. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു.
മലാല ഡേ അവിടെ ബർത്ത്ഡേ ആയിരുന്നു 16th ബർത്ത്ഡേ ആയിരുന്നു. അത് പറഞ്ഞു മലാല ഡേ എന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ ഡേ അല്ല, ഇത് ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും ദിവസമായിട്ട് ആഘോഷിക്കപ്പെടണമെന്ന്. അവളൊരു തെറ്റും ചെയ്തില്ല, പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, സമൃദ്ധിയായിരുന്നു, സ്കൂളിൽ പോയി, മുസ്ലിം പെൺകുട്ടി സ്കൂളിൽ പോയി എന്നുള്ള ഒറ്റ തെറ്റേ അവൾ ചെയ്തുള്ളൂ. അതിനാണ് ഇതെല്ലാം നടന്നത്. പക്ഷേ ആ സംഗതികൾ എങ്ങനെ അത് തിരിഞ്ഞു വന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. താഴെ സ്റ്റേജിന് താഴെ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ട്. ഈ മലാലയുടെ അമ്മയാണ്. അതിനടുത്ത് ബാൻ കി മൂണിന്റെ ഭാര്യയും ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണുനീർ വളർത്തുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഞാൻ തിയോളജിയിൽ പഠിച്ചത്, ഗ്രിഗോറിയസിനെ പഠിപ്പിച്ചത് തീരെ തെറ്റിപ്പോയില്ല എന്ന് തോന്നി. കാരണം ഈ കുട്ടിയുടെ പുസ്തകം കേൾക്കാനായിട്ട് ലോകം കാത് കുറിപ്പിച്ചിരിക്കുകയാണ്. അവൾ നൽകുന്ന പ്രത്യാശ, അവൾ നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള ദർശനം, അതാ ജനങ്ങൾക്ക് വേണ്ടത്, അതാ മനുഷ്യന് വേണ്ടത്. അല്ലാതെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കണ്ടതല്ല ആളുകൾക്ക് വേണ്ടത്. So that is the essence of humanity. That is what human beings really aspire for. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. So we speak about humanity and the human destiny in relation to the universe. അപ്പോൾ ഈ വ്യാഖ്യാതാവായ മനുഷ്യൻ, ദ ഹ്യൂമൻ ഇന്റർപ്രട്ടർ എന്നുള്ളതിലേക്ക് നമ്മൾ വരുമ്പം ആദ്യത്തെ ചോദ്യം നമ്മളോട് തന്നെ, who am I? Who am I who interpret? നമ്മുടെ ലോകത്തിലെ പഴയ പുരാതനമായ ഫിലോസോഫിക്കൽ സിസ്റ്റംസ് എല്ലാം എടുക്കുക, നമുക്ക് രണ്ടെണ്ണം എടുക്കുക. ഗ്രീക്കുകാരുടെയും ഇന്ത്യക്കാരുടെയും ഏറ്റവും പ്രശസ്തമായ രണ്ട് ദാർശനിക സമ്പ്രദായങ്ങളാണ് അതിപുരാതനമായത്. സോക്രട്ടീസിന്റെ നിർദ്ദേശമുണ്ട്, പ്ലേറ്റോ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഗ്നോതി സേ ഔട്ടോ, നോ ദൈസെൽഫ്, നീ നിന്നെ തന്നെ അറിയുക. അതാണ്, അവിടെയാണ് ഫിലോസഫി തുടങ്ങുന്നത്, അറിവ് തുടങ്ങുന്നത്. നമ്മുടെ എല്ലാ ദർശനവും കാഴ്ചപ്പാടും ആരംഭിക്കുന്നത് നോ ദൈസെൽഫ്. അതുപോലെ തന്നെ ഇന്ത്യയില് നമ്മുടെ മഹാവാക്യം, ഉപനിഷത്തിലെ മഹാവാക്യം തത്വം അസി, അത് നീ തന്നെയാണ് എന്നുള്ളതാണ്. എന്താണ് ഇത്, എന്താണ് ഞാൻ എന്നുള്ള ചോദ്യത്തിന് അത് നീ തന്നെയാണ് എന്ന് പറയുന്നത് ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് താതാത്മ്യപ്പെടുത്തി ഇത് അതാണ്, എല്ലാം അതാണ്, സർവവും ഈ പരമാത്മാവാണ് എന്ന് പറയുന്നതാണ് തത്വം അസി. ഇതമ്മിൽ വളരെ സാമ്യമാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴേ വീണ്ടും ഈ ചോദ്യം ചോദിച്ചു. പാശ്ചാത്യരുടെ ദാർശനിക ചരിത്രം നോക്കിയാൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. 17ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ഫിലോസഫർ, അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു, ഹോളണ്ടിലൊക്കെ താമസിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ പലതും രചിച്ചത്. അദ്ദേഹം ആധുനിക പാശ്ചാത്യതയുടെ അല്ലെങ്കിൽ പാശ്ചാത്യമായ ആധുനികതയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളാണ് ദെക്കാർത്ത്. അതിൻ്റെ വിശേഷം നിങ്ങൾക്കറിയാം, കാർട്ടേഷ്യൻ അല്ലെങ്കിൽ കാർട്ടേഷ്യൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അദ്ദേഹവും ഈ ചോദ്യം ചോദിച്ചു, ഞാൻ എന്താണ്, ഞാൻ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കുജിത്തോ എർഗോസും, ഐ തിങ്ക് therefore I am. വളരെ പ്രസിദ്ധമായ വാചകമാണ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. ഇതൊരു സെൽഫ് റിഫ്ലക്ഷനാണ്, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് പറയുകയാണ്. ഞാൻ പലപ്പോഴും ഒരു പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം, രണ്ട് കണ്ണാടികൾ ഈ ബാർബർ ഷോപ്പിലുമൊക്കെ രണ്ട് കണ്ണാടി നമ്മുടെ മുമ്പിലും പുറകിലും വെക്കുന്ന പോലെയാണ്. നമ്മുടെ ഇമേജ് വീണ്ടും വീണ്ടും അനന്തമായിട്ട് റിഫ്ലക്റ്റഡ് ആകുകയാണ് രണ്ട് വശത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ചോദ്യവും ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. പക്ഷെ അത് ഒരു നന്മയും ഒരു ദോഷവും പാശ്ചാത്യ ദർശനത്തിലുണ്ടാക്കി. നന്മ എന്ന് പറയുന്നത് ഹ്യൂമൻ റീസൺ, ഹ്യൂമൻ എബിലിറ്റി ഫോർ റീസണിങ്, റാഷണാലിറ്റി, അതാണ് നമ്മുടെ ചിന്തയുടെ കേന്ദ്രം. അതിൽ നിന്നാണ് എല്ലാ ബൗദ്ധിക വ്യാപാരങ്ങളും ഉത്ഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പിന്നെ ഇന്നുവരെയും പാശ്ചാത്യരുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഫിലോസഫിയുടെയും എല്ലാം അടിസ്ഥാന വിശ്വാസം ഇതാണ്.
human rationality is the center, is the controlling device എന്നുള്ളതാണ്. അതിൻ്റെ ദോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഈ റീസണിങ് പവർ മാത്രമല്ലല്ലോ, മനുഷ്യന് വികാരങ്ങളുണ്ട്, സ്നേഹമുണ്ട്, വിദ്വേഷമുണ്ട്, സഹാനുഭൂതിയുണ്ട്, ഇങ്ങനെയുള്ള നിരവധി വികാരങ്ങൾ മനുഷ്യനുണ്ട്. ബൗദ്ധികമായ തലത്തിലും മറ്റ് ധാരാളം പുതിയ പുതിയ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അടുത്ത കാലത്തായിട്ട് പലരും, തിയോളജിയൻസ് മാത്രമല്ല, പലരും പറഞ്ഞു അത് തിരുത്തണം. ഈ കൊജിത്തോ എർഗോസും ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറയുന്നതിന് പകരം ഒരു സജഷൻ, അത് ലത്തീൻ ഭാഷയിൽ തന്നെയാണ്, അമോ എർഗോസ്, ഐ ലവ് ദെയർഫോർ ഐ ആം, ഐ ലവ് ദെയർഫോർ ഐ ആം. ഡെക്കാർത്ത് പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായതിലേക്ക്, സ്വത്വത്തിലേക്ക് തിരികെ നോക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നതാണ് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ളത്. ഞാനുണ്ട് എന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞവിടെ ഇവിടെ പറഞ്ഞ കഥയാൻ തോന്നി. നമ്മുടെ ലെബനനിലെ ബെയ്റൂട്ടിലൊരു 10-16 ഫിലോസഫേഴ്സിൻ്റെ ഒരു 3 ആഴ്ചത്തെ ഒരു കൂട്ടായ്മ, അവർ ഒരിടത്ത് ഞങ്ങളെ കാഴ്ച കാണാനായിട്ട് കൊണ്ടുപോയി. ബസ്സിലെല്ലാവരും കയറി ഇരുന്നപ്പോഴേ സംഘടിപ്പിക്കുന്ന ആൾ ചോദിച്ചു, ഈസ് എവരിബഡി ഹിയർ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാനും ഹിയർ, ഞാനും പറഞ്ഞു ഞാൻ ഹിയർ. എൻ്റെ അടുത്തിരുന്നൊരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്, ഞാൻ ബ്രിട്ടീഷ് ഫിലോസഫറാണ്. അദ്ദേഹം പറഞ്ഞു ഐ എം നോട്ട് ഷുവർ ഐ എം ഹിയർ. വളരെ ശരിയാണ്. ഫിലോസഫിക്കലായിട്ട് നോക്കിയാൽ ഐ എം നോട്ട് ഷുവർ ഐ എം ഹിയർ. ഈ പാശ്ചാത്യരുടെ ശാസ്ത്രീയ വീക്ഷണത്തിന് വളരെ എതിരായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഞാൻ തന്നെ പറയുക ഞാൻ സമർത്ഥനാണ്, ഞാൻ വിഡ്ഢിയാണ്, ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ വിഡ്ഢിയോ സമർത്ഥനം ആകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഉണ്ട് എന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ, അതുകൊണ്ട് അമോ എർഗോസും ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. അമോർ എർഗോസും ഞാൻ സ്നേഹിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞാനുണ്ടെന്നും പറയാം. അവിടെ യു ഹാവ് എൻ എക്സ്റ്റേണൽ റെഫറൻസ് അല്ലേ, വേറൊന്നിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഞാനുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് മരിച്ച ഇമ്മാനുവൽ ലെവിനാസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ജൂയിഷ് ഫിലോസഫറുണ്ട്, സോർബോണിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറയും ഈ വെസ്റ്റേൺ ഫിലോസഫി മുഴുവൻ ഈഗോളജിയാണെന്ന് പറയും. ഈഗോ എന്ന് പറഞ്ഞാൽ ഐ, ഗ്രീക്കിൽ ഐ, സെൽഫാണ്. അപ്പം ഈ അയാം എന്നുള്ളതിന് ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഫിലോസഫി ഈസ് ബേസ്ഡ് ഓൺ കാർട്ടീഷ്യൻ ഫിലോസഫി, ഇറ്റ് ഈസ് എൻ ഈഗോളജി എന്ന് അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പകരം പറഞ്ഞത് ദി അതർ എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഞാനൊരു കുറച്ച് വാചകങ്ങൾ ഇങ്ങനെ വെറുതെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആ തന്നിരിക്കുന്ന കടലാസിൻ്റെ 2ാമത്തെ പേജിൽ മിഡിൽ പാരഗ്രാഫിൽ അത് കുറേ അബ്സർഡ് സെൻറ്റൻസസ് ആണ്. ഐ വാക്ക് ഇൻ ദ ഗാർഡൻ, I sit in the middle of my friends, I sleep in my bed, I eat 3 times a day, tomorrow I turn 45, I plan to go to China next year, I have got 40,000 rupees in my bank, I have 3 children, I am working as a mechanical engineer, I don't understand the problem, I can accompany you, I love mangoes, I want to die. Every sentence begins with the I. ഈ കാര്യങ്ങളെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും ഈ ഞാൻ എന്നുള്ളത് നിലനിൽക്കുന്നത് മറ്റുള്ള വസ്തുക്കളുമായിട്ടോ യാഥാർത്ഥ്യങ്ങളുമായിട്ടോ വ്യക്തികളുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്നത് ഞാൻ ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജ്ഞാനത്വം കണ്ടുപിടിക്കാനായിട്ട്, എൻ്റെ സ്വത്വം കണ്ടുപിടിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. പക്ഷെ ഇന്ത്യയിൽ അതായിരുന്നു ശ്രമം. ഇന്ത്യയിലെ ഹിമാലയത്തിലെ ഇപ്പോഴും അതാ ശ്രമം. ഈ യഥാർത്ഥ സന്യാസിമാര്, താപസന്മാരുടെ പ്രധാനപ്പെട്ട ശ്രമം ഈ എക്സ്റ്റേണൽ റെഫറൻസ് ഒന്നും ഇല്ലാതെ എൻ്റെ സ്വത്വം എന്താണ് എന്നറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് പലർക്കും അതുകൊണ്ട് ഈ ധ്യാനിക്കാൻ പറഞ്ഞാൽ ബോറടിക്കും. നിങ്ങളുടെ സെമിനാരിലൊക്കെ ഈ ധ്യാനമുണ്ട്. വൈകിട്ടത്തെയും രാവിലത്തെയും പ്രാർത്ഥന കഴിഞ്ഞ് അല്പസമയം ധ്യാനിക്കണം. ഞാൻ നോക്കിയിട്ടുണ്ട്, പലരും ബോറടിക്കും. കാരണം നീണ്ട പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ എന്താ ധ്യാനിക്കുന്നത്? പിന്നെ ചില വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവോഷണൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വെറുതെ കണ്ണടച്ച് ധ്യാനിക്കാൻ പറഞ്ഞാൽ ഒരു ധ്യാനവും നടക്കുക. നമ്മുടെ ചിന്ത ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എവിടെയെങ്കിലും നമുക്കൊരു പിടുത്തം വേണം. ആ പിടുത്തങ്ങളെല്ലാം പോയാൽ നമ്മുടെ ശുദ്ധമായ ശൂന്യതയിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്.
അത് ആർക്കും വഹിക്കാൻ പറ്റരുത്, അതിലേക്ക് അവിടെ വരെ പോവുകയില്ലാകും. പക്ഷെ അതാണ് ഫേസ് ചെയ്യുന്നത്. നല്ല താമസന്മാരെ, സന്യാസിമാരെ ഫേസ് ചെയ്യുന്നത് അതാണ്. ഈ ശുദ്ധ ശൂന്യതയാകുന്ന സ്വത്വത്തിൽ എത്തുമ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, തത്വം അസി, അത് നീയാണ് എന്നൊക്കെയുള്ള മഹാവാക്യങ്ങൾ ഉണ്ടാകുന്നത് ഈ അനുഭവത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പം യു ഹാവ് ലെഫ്റ്റ് ഓൾ ദി എക്സ്റ്റേണൽ റെഫറൻസസ്, യു ഹാവ് നോ ഹൂക്സ്, യു ഹാവ് നോ ഹോൾഡിങ്സ്, യു ഹാവ് നോ ഹാൻഡിൽ, ബട്ട് യു ഹാവ് കം ബാക്ക് ടു യുവർ സെൽഫ്. അത് പക്ഷേ എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലെ ആ വളരെ വളരെ പ്രസിദ്ധമായ ആഴമേറിയ ആ സ്വത്വ അന്വേഷണം വേറെ അധികം സ്ഥലങ്ങളിൽ കാണുകയില്ല. ഇന്ത്യയിൽ തന്നെ കുറച്ച് പേരെ അത് ചെയ്യുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ദോഷം ഇതാണ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ then what happens to people around me? ഞാൻ എൻ്റെ കാര്യം നേടി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ദുഃഖമുണ്ട്, രോഗമുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു മരണമുണ്ടായി, നിങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, നിങ്ങൾ ദരിദ്രനാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് പറഞ്ഞാൽ അവരതിന് മറുപടിയൊക്കെ പറയും. കാരണം ഇന്ത്യയിൽ ഈ ശുദ്ധമായ അദ്വൈത വേദാന്തമല്ലാത്ത വേറെ പല ഈ ധർമ്മമാർഗങ്ങളുണ്ട്. ഈ ശരീരമാദ്യം ഖലുധർമ്മ സാധനം, എൻ്റെ ശരീരം പ്രഥമമായിട്ടും ധർമ്മ പ്രവർത്തനത്തിനുള്ളതാണ്, ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ് എന്നവർ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ വേറെ മാർഗങ്ങളുണ്ട് ഈ ലോകത്തെ കണക്കിലെടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ക്രിസ്തീയ പാരമ്പര്യത്തിലേക്ക് വരുമ്പം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ സോൾ ഈസ് അണ്ടർസ്റ്റുഡ് ഓൾവേസ് ഇൻ റിലേഷൻ ടു ദ ബോഡി. ഈ സോൾ ബോഡി ഇൻ്റഗ്രൽ കണക്ഷൻ ഒരിക്കലും നല്ല തിയോളജിയിൽ, നല്ല ക്രിസ്തീയ പാരമ്പര്യത്തിൽ നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളിൽ ആത്മാവിനെ കുറിച്ച് മാത്രം പറയുന്ന ചിന്താഗതിയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ആത്മാവും മനസ്സും തമ്മിലുള്ള, ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നില്ല. അവിടെ ശരീരം എന്ന് പറയുമ്പോൾ അത് സിമ്പിളാണ്. ശരീരം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അടയാളമാണ്. അപ്പം ഐ ആം ഇൻ മൈ ബോഡി എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ ദി യൂണിവേഴ്സ് എന്നാണ് അതിന് അർത്ഥം കൊടുക്കാറുള്ളത്. അവിടെയാണ് ഈ ക്രിസ്ത്യൻ കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റി. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എൻ്റെയും പ്രശ്നമാണ്. നിങ്ങൾ ദരിദ്രനാണെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യം എൻ്റെയും കൂടി പ്രശ്നമാണ്. നിങ്ങൾ അനീതി കാണിക്കുന്നുണ്ടെങ്കിൽ, അധാർമികമായിട്ട് സമ്പത്ത് കൂട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെയും കൂടെ പ്രശ്നം. ഞാനും ചോദ്യം ഉയർത്തുന്നത് ഇത് ക്രിസ്ത്യൻ എത്തിക്കൽ കൺസേൺ ആണ്. wherever we go, we always look for such ethical Christian ethical dilemmas ഉണ്ടെങ്കിൽ there we act. അതിൻ്റെ കാരണം ഈ ആത്മാവും ശരീരവും അല്ലെങ്കിൽ ആത്മാവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ നേച്ചർ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് എൻ്റെ ആത്മാവുമായിട്ട് ആഴമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അത് എന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, എക്സ്റ്റേണലാണെന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാമെങ്കിലും നമ്മൾ ആലോചിച്ച് വരുമ്പം ഇറ്റ്സ് നോട്ട് എൻ എക്സ്റ്റേണൽ തിങ്സ് ഡിറ്റാച്ച് ഫ്രം മീ. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ക്ലോസ്ലി ഇന്റർവോവൺ, സംതിങ് വിച്ച് ഈസ് ഇന്റഗ്രൽ ടു മൈ വെരി ബീയിങ്, മൈ വെരി സോൾ. അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സയൻറ്റിഫിക് മെത്തഡോളജി നമുക്കറിയാം, ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. ഇതും അതും, ഞാനും അതും, നിങ്ങളും ഞാനും, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ഡിഫറൻസ് കൊണ്ടാണ് സയൻസ് പ്രോഗ്രസ് ചെയ്തതെന്നാണ് ഇത്രയും നാളും പറഞ്ഞുകൊണ്ടത്. ഇപ്പോൾ അവിടെ മാറി തുടങ്ങിയത്, ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പം ആ ചിന്തയും മാറി തുടങ്ങി. ഇവിടെ when you speak about the union of soul and body, particularly on the basis of the incarnation of Jesus Christ, അവിടെ humanity has been assumed by God. It's not only humanity, but the whole universe is being assumed by God. Created reality is assumed by the Creator. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനുഷ്യനെ കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ തിയോളജിയിലെ ആന്ത്രോപോളജിയിലെ അടിസ്ഥാന പ്രമാണം ഇതാണ്: the incarnation of Jesus, the union of God and humanity.
the union of spirit and matter, union of soul and body. ഈ സെൻറ്റ് ജെയിംസ് ലിറ്റർജിയിലെ ഒരു ഭാഗം അതിൽ ഓർക്കുമായിരിക്കും. ഈ ഫ്രാക്ഷൻ്റെ സമയത്ത് പറയുന്ന വാക്യമുണ്ടല്ലോ, ഈ സ്വർഗത്തെയും ഭൂമിയെയും ശരീരത്തെയും ആത്മാവിനെയും സ്വജാതിയെയും വിജാതികളെയും നിന്നിൽ ഒന്നാക്കിയെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് യൂണിയനാണ്. All those polarities are brought together, are resolved in the one incarnate person of Jesus Christ. അതുകൊണ്ട് നമ്മുടെ ഏത് തിയോളജിക്കൽ ആന്ത്രപ്പോളജിക്കൽ റിഫ്ലക്ഷനും തുടങ്ങേണ്ടത് അവിടെയാണ്. അവിടെ തുടങ്ങിയാൽ നമുക്ക് തെറ്റിപ്പോവുകയില്ല. അവിടെ തുടങ്ങാതെ അവർ എവിടെയെങ്കിലും തുടങ്ങിയാൽ, ഡെക്കാർത്തിന്റെ ചിന്തയിലോ ഇന്ത്യയിലെ അന്വേഷണങ്ങളിലോ ഒക്കെ തുടങ്ങിയാൽ we may have problems. But here we have a safe starting point. ഇവിടെ ഈ ഇൻഡിവിജ്വലും പേഴ്സണും തമ്മിലുള്ള വ്യത്യാസം തിയോളജിയൻസൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ സോഷ്യോളജിയിൽ അതങ്ങനെ അധികം പറയാറില്ല. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അത് സെക്യുലർ ലാംഗ്വേജാണ്. തിയോളജിക്കൽ ലാംഗ്വേജിൽ യു ഓൾവേസ് മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സൺ. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലി കൗണ്ടബിൾ ആണ്. അത് മനുഷ്യനായിരിക്കണമെന്നില്ല. 10 മാങ്ങ വെച്ചിട്ട് ദിസ് ഇസ് 1 2 3 4 1 ഇൻഡിവിജ്വൽ മാംഗോസ് 2 ഇൻഡിവിജ്വൽ മാംഗോസ് അല്ലേ. പശുക്കളെ എണ്ണം, ഏത് മൃഗത്തെയും പക്ഷിയെയും എന്തിനേയും നമുക്ക് എണ്ണം. സെയിങ് ദാറ്റ് ദിസ് ഇസ് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി എന്ന് പറയും. മനുഷ്യനെ അങ്ങനെ എണ്ണിയാൽ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പോലീസുകാർക്കും പറ്റുമൊക്കെ നേരത്തെ ഈ നമ്പറാണ് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലേ. ഒരു നമ്പർ വിളിച്ചോണ്ട് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ അവരുടെ ഇൻസ്പെക്ടേഴ്സും ബോസസൊക്കെ അവരെ നമ്പർ വെച്ചാൽ വിളിക്കുന്നു അല്ലേ. ഇപ്പം അത് മാറി. ഇപ്പം അവർക്ക് നമ്പർ കൊടുത്തു. ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ തിങ്ങാണ്. നൗ ദേ റിയലൈസ് ദീസ് ആർ പേഴ്സൺസ്. പോലീസുകാരെന്ന് പറയുന്നത് ഒരു പേഴ്സൺസ് ആണ്. അതുകൊണ്ട് അവരെ പേര് വിളിക്കണം. അവർക്ക് പേരുണ്ട്. പേര് വിളിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള മാനുഷിക സ്വത്വം, ഹ്യൂമൻ ഐഡന്റിറ്റി വെളിപ്പെടുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ രാഷ്ട്രചിന്തയിലും അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സിറ്റിസൺസ് ഓഫ് എ നേഷൻ എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് ആർ നോട്ട് മിയർലി എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെ കണക്കാക്കുന്നവരുണ്ട്. മുമ്പേ പറഞ്ഞ ഇൻഡിവിജ്വൽ റൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഒത്തിരി ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇൻഡിവിജ്വൽസാണ്, കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. അതുകൊണ്ടാണ് എൻ്റെ മുറ്റത്ത് ഉണ്ടാകുന്ന അഴുക്കും ചപ്പും എല്ലാം കൂടെ ഞാൻ വാരി റോഡിലേക്ക് ഇടുന്നത്. കാരണം എൻ്റെ മാത്രം നോക്കിയാൽ മതി, എൻ്റെ വീട് മാത്രം വൃത്തിയായിരുന്നാൽ മതി. മറ്റവരുടെ വീടിൻ്റെ ഒരു പ്രശ്നവുമില്ല. ഇത് താമസിക്കുന്നത് ദേവലോകത്താണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് കുറച്ചൊരു സ്പേസ് അവിടെയുണ്ട് വഴി അവിടെ. പക്ഷേ പലരും കൊണ്ട് കാറെ വന്ന് ഇട്ടേച്ച് പോകുന്നതിന് കണ്ടു. മാന്യന്മാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്. എൻ്റെ വിചാരം മിക്കാലും ക്രിസ്ത്യാനികളുമായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ സെൻസ് ഓഫ് സിവിക് സെൻസ്, നമ്മുടെ സെൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. അത്രയേ ഉള്ളൂ. എൻ്റെ കാര്യം നടക്കുക. അപ്പം അവിടെ ഇൻഡിവിജ്വൽസ് ഉണ്ട്. ബട്ട് വെൻ യു സ്പീക്ക് അബൌട്ട് എ പേഴ്സൺ, and remember we speak about persons only with regard to human beings. ഒരു പശുവിനെ കുറിച്ചോ കാളയെ കുറിച്ചോ കഴുതയെ കുറിച്ചോ പേഴ്സൺ എന്ന് പറയാറില്ല. ഇവിടെ മനുഷ്യനെ കുറിച്ച് മാത്രമേ പേഴ്സൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഈ റൂട്ട് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പേഴ്സൺ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വന്നത് ലത്തീൻ ഭാഷയിലെ പെർസോണ എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിനൊരു ഗ്രീക്ക് ഈക്വലൻ്റ് ഉണ്ട്. അത് പ്രൊസോപ്പോൺ എന്നാണ്. പ്രൊസോപ്പോൺ അതിൻ്റെ തർജ്ജമയാണ് പേഴ്സൺ. അതിൽ നിന്നാണ് പെർസോണ, അതിൽ നിന്നാണ് പേഴ്സൺ വന്നത്. ഈ പ്രൊസോപ്പോൺ എന്നും പെർസോണ എന്നും പറഞ്ഞാൽ ഒരു തിയേറ്ററിക്കൽ ഇമേജാണ്. അത് ഒരു മാസ്കാണ്. മാസ്ക് എന്തിനാ വെക്കുന്നത് ചോദിച്ചാൽ ഈ ഗ്രീക്കുകാരുടെ ആംഫി തിയേറ്ററിൽ പോയിരുന്നാൽ അറിയാം. വളരെ വിശാലമായ ആംഫി തിയേറ്ററാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഒത്തിരി പോകണം. ഈയിടെ ആദംസിലെ ഒരിടത്ത് അങ്ങനെ പഴയ ഒരു ആംഫി തിയേറ്ററിലെ ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ടു. നമ്മൾ ഒത്തിരി ദൂരെ പോയിരുന്നാൽ ഈ നടന്മാരെ കാണാൻ സാധിക്കുകയില്ല. സ്റ്റേജിൽ വരുന്നവരെ അവരെ നമ്മൾ ചെറുതായിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് ദേ വിൽ ഹാവ് എ ബിഗ് മാസ്ക്. ആ മാസ്ക് കൊണ്ടാണ് നമ്മൾ ദൂരം തിരിച്ചത്. അതാണ് നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അതാണ് കഥകളിയിൽ നമ്മുടെ തെയ്യം തുടങ്ങിയ ഫോക്ലോറിക്
പെർഫോമൻസിലെല്ലാം തന്നെ ഈ മാസ്ക് ഉപയോഗിക്കുന്നതാണ്. ഗ്രീക്കുകാരുടെ മാത്രമല്ല ഇന്ത്യയിലും അത് വളരെ പുരാതനമായ ഒരു സംഗതിയാണ്. ഇതാണ് പെർസോണ, ഇതാണ് പ്രൊസോപ്പോൺ എന്ന് പറയുന്നത്. പക്ഷെ അത് മാസ്ക് ആയതുകൊണ്ട് ഈ മാസ്ക് മാറ്റുമ്പോഴേ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗ്രീക്കുകാര് ഈ ഹ്യൂമൻ പേഴ്സണെ കുറിച്ച് പറയുമ്പം പ്രൊസോപ്പോൺ എന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ഹിപ്പോസ്റ്റാസിസ് എന്നൊരു വാക്കാണ്. HY ഞാനിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. HYPOSTASIS. ഈ ഹിപ്പോസ്റ്റാസിസ് പിന്നീട് വലിയ പ്രശ്നമുണ്ടാക്കിയൊരു വാക്കാണ്. ഈ ട്രിനിറ്റേറിയൻ തിയോളജിയിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആളത്വം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അല്ലേ? ആളത്വം എന്നല്ലേ പറയുന്നത്. ഇംഗ്ലീഷിൽ പേഴ്സൺസ് എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ദ ഫാദർ, പേഴ്സൺ ഓഫ് ദ സൺ, പേഴ്സൺ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഗ്രീക്കുകാർ ഹിപ്പോസ്റ്റാസിസ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് സിംപ്ലി ഫേഷ്യൽ മാസ്ക്. അച്ഛന്മാരെ അടുത്ത സ്ഥലമുണ്ട് കേട്ടോ, നിങ്ങൾ കാത്തിരിക്കാം. അതിൽ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ട, നിങ്ങളകത്ത് വരുന്നതല്ലോ കേട്ടോ. നിങ്ങൾ പോണേ, ഇടയ്ക്ക് പോണേ പോവാം. ഇവിടെ ഫ്രണ്ടിലൊക്കെ സ്ഥലമാണ്. ഹിപ്പോ അതിൻ്റെ അർത്ഥം തന്നെ ഗ്രീക്കിലെ ഹിപ്പോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് അണ്ടർ എന്നാണ്. സ്റ്റാൻഡിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വിസിബിൾ ഓൺ ദ ഫേസ്. The hypostasis constitutes the whole person, not only your external features, but your mind, your soul, the totality of your personhood is designated by the word hypostasis. Whereas prosopon or persona is simply the mask or face. പക്ഷേ ഫേസ് ഉള്ള ബിബ്ലിക്കൽ ലാംഗ്വേജിലെ ഫേസിന് ഇമ്പോർട്ടൻസ് ആണ്. സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ കരഞ്ഞു പറയുന്നുണ്ടല്ലോ, ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് എന്നാണ്. ദൈവത്തിൻ്റെ മുഖം മറഞ്ഞാൽ പിന്നെ തീർന്നു, അല്ലേ? പിന്നെ നമുക്ക് നിലനിൽപ്പില്ല. യു ആർ നത്തിങ്, യു ആർ റെഡ്യൂസ്ഡ് ടു ദ സ്റ്റേറ്റ് ഓഫ് നത്തിങ്നെസ് when God takes away His regard, His face. When God looks at you, then you are. When God doesn't look at you, you are not. ഇതാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ടാണ് നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് എന്ന് പറഞ്ഞു. ഫേസ് ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. മനുഷ്യൻ്റെ കഥയിലേക്ക് വരുമ്പം ഇപ്പോഴും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ ട്രഡീഷണൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഒരു തലമുറ മുമ്പുള്ള ഈ പെണ്ണ് കാണാനായിട്ട് പോകുമ്പോഴേ നേരത്തെ ഒരു പരിചയമില്ല, പെണ്ണും ചെറുക്കനുമായിട്ടൊരു പരിചയമില്ല. ബന്ധുക്കാരുടെ കൂടെ നമ്മൾ പോവുകയാണ്, അവിടെ പോയി കണ്ട് പെണ്ണ് കാണുമ്പോൾ എന്തോ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ പുരുഷൻ കാണുന്നു, സ്ത്രീ കാണുന്നു എന്നതാണ്. ഈ മുഖം മാത്രമേ ഉള്ളൂ, അല്ലേ? മുഖം മാത്രമാണ് കാണുന്നത്. പുരുഷൻ്റെ പിന്നെ കുറേ കൂടെ പിന്നെ എക്സ്പോസ്ഡ് ആയിരിക്കും. സ്ത്രീയുടേതാണെങ്കിൽ മാന്യമായിട്ട് അന്നത്തെ കാലത്ത് വേഷം ധരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇസ്ലാമിൻ്റെ രീതിയൊക്കെ അനുസരിച്ചാണെങ്കിൽ ഈ വെറുതായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു ചെറുക്കൻ പെണ്ണ് കാണാനായിട്ട് പോയാൽ ഈ മുഖത്തിൻ്റെ ഇത്രയും വട്ടം മാത്രമേ കാണുകയുള്ളൂ. പിന്നെ ശക്തിയായ പർദ്ദയുണ്ട്, ഇപ്പോഴെല്ലാം മറച്ചിട്ട് അറിയാമല്ലോ, ഈ കണ്ണ് മാത്രമുള്ള പർദ്ദയുമുണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ കണ്ണ് മാത്രമേ കാണുകയുള്ളൂ. ഞാൻ പലപ്പോഴും അല്പം ഒരു തമാശയോടുകൂടി ഓർത്തിട്ടുണ്ട്, എന്താ ഈ പെണ്ണ് കാഴ്ചയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. 16ാം നൂറ്റാണ്ടിലാണ് ഈ നമ്മുടെ ഉട്ടോപ്പിയ എഴുതിയ തോമസ് മൂറിൻ്റെ പുസ്തകം നിങ്ങൾ ശരിക്കും വായിക്കണം. അവിടെ പറയുന്നുണ്ട് തോമസ് മൂറിൻ്റെ ഉട്ടോപ്പിയയിൽ എങ്ങനെയല്ല പെണ്ണ് കാണുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോഴേ ചെറുക്കനൊരു പെണ്ണിനെ കണ്ടാൽ ഒരു പ്രായമുള്ള സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഈ വസ്ത്രമെല്ലാം മാറ്റി ശരിക്കും ഈ പെണ്ണിനെ കാണണം. അങ്ങനെ അതെ ഉട്ടോപ്യയിലെ രീതി അദ്ദേഹം പറയുന്നത്. കാരണം ഇത് പെണ്ണാണോ ആണോ എന്ന് പോലും നമുക്ക് ഈ മുഖം കണ്ടാൽ അറിയാൻ പാടില്ല. ഈയിടെ എയർപോർട്ടിൽ ആരാണ്ട് പിടിച്ചെന്ന് പറയുന്നത് കേട്ടു. ഇങ്ങനെ പുരുഷന്മാരാരുണ്ട് കൂട്ടുകാരെ കളിപ്പിക്കാൻ വേണ്ടി പർദ്ദ ഇട്ടുകൊണ്ട് ചെന്ന് പോലീസ് പിടിച്ചു, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അപ്പം ഈ മുഖം ചിലപ്പോഴേ ഡിസെപ്റ്റീവാണ്. അതുകൊണ്ടാണ് ഹിപ്പോസ്റ്റാസിസ് എന്നുള്ള വാക്ക് ഗ്രീക്കുകാർ ഉണ്ടാക്കിയത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമായിട്ട് ക്രിസ്ത്യൻ തിയോളജിയിൽ നമ്മളും എടുക്കേണ്ടതാണ്. ദ പേഴ്സൺഹുഡ് ഓഫ് every human being, and we have a basis for that because we speak about the Trinity, the Father, Son and Holy Spirit in terms of persons.
പേഴ്സൺ ആകുമ്പോൾ ഇന്ററാക്ഷൻ എന്താ പറയുന്നത് പോലെയാണ്. എ പേഴ്സൺ is never an isolated being. A person comes into being only in relationship. Even take biological relationship. ഞാൻ ഒരു പിതാവാണെന്ന് പറയുന്നു, എനിക്ക് മക്കളുണ്ട്. ഞാൻ പുത്രനാണെന്ന് പറയുന്നു, എനിക്ക് പിതാവുണ്ട്, അല്ലേ? ഞാൻ ഭർത്താവാണെന്ന് പറയുന്നു, എനിക്ക് ഭാര്യയുണ്ട്. ഞാനൊരു സഹോദരനാണെന്ന് പറയുന്നു, എനിക്ക് സഹോദരങ്ങളുണ്ട്. ഞാനൊരു അധ്യാപകനാണെന്ന് പറയുന്നു, എനിക്ക് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ എടുത്തു ന്യൂമറസ് വേസ് ഇൻ വിച്ച് യു റിലേറ്റ് യുവർ സെൽഫ് ടു അതർ പീപ്പിൾ. അപ്പം അതാ പേഴ്സണോട് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് പേഴ്സൺ ആകുന്നത്. പേഴ്സൺ ആകണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്. ട്രിനിറ്റിക്കും അങ്ങനെ തന്നെയാണ്. ട്രിനിറ്റേറിയൻ തിയോളജിയിൽ ഈ ഒത്തിരി ഡോഗ്മാറ്റിക് ആയിട്ടൊക്കെ ആളുകളൊക്കെ പറയുമെങ്കിലും ഇത് ഈ പേഴ്സൺ ഫുഡ് ഉണ്ടാകണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ 1, 2, 3 എന്ന് എണ്ണുമെങ്കിലും 3 ഈസ് നെവർ റെഡ്യൂസ് ടു 1, 1 ഈസ് നെവർ റെഡ്യൂസ് ടു 3. ഒരേ സമയം 1ഉം 3ഉം നമുക്ക് പറയണം. ഓഗസ്റ്റിൻ പറയുന്നുണ്ട്, സെന്റ് ഓഗസ്റ്റിൻ പറയുന്നുണ്ട്, ഈ നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം ഇലാപ്സ് ചെയ്യും, അല്ലേ? ഒരു എത്ര സെക്കൻഡ് എടുക്കും. പിന്നെ ചില അച്ഛന്മാരൊക്കെ നീട്ടി പറയും, അല്ലേ? പിതാവും പുത്രനും എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ടൈം എടുക്കും. സോ ഓൾറെഡി ഹയറാർക്കി ഈസ് സെറ്റപ്പ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈമിൽ ആദ്യം പിതാവ് വന്നു, പിന്നെ പുത്രൻ വന്നു, പിന്നെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരുമിച്ചതാണ്. പക്ഷെ ഒരുമിച്ച് പറയാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല. Human beings can only speak in succession of words. You can't say the whole thing in one single second. പക്ഷേ തിയോളജിയിൽ അങ്ങനെയാണ്. തിയോളജിയിൽ if you want to speak about Trinity, you should say Father, Son and Holy Spirit one breath. അത് നടക്കുകയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ. അതുകൊണ്ടാണ് സെന്റ് ബേസിൽ പറയുന്നത് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ആദ്യം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു, ഒരു തെറ്റുമില്ല. ആദ്യം പുത്രനെന്ന് പറഞ്ഞു, ഒരു തെറ്റുമില്ല. പുത്രന്റെ സ്നേഹമെന്നോ പരിശുദ്ധാത്മാവിന്റെ കരുണയെന്നോ പിതാവിന്റെ കൃപയെന്നോ പറഞ്ഞു ഒരു ദോഷവും ഇല്ലാന്ന് സെന്റ് ബേസിൽ 4th century പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയാമോ? Trinity is not reduced to numbers. Here is a mystery of personhood. The persons are interrelated in a very, very profound way, and this relationship constitutes personhood. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിതിൻ്റെ ഈ തിയോളജിക്കൽ ആന്ത്രോപോളജിയിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുകയും when we come to the Bible, യഥാർത്ഥത്തിൽ വേദപുസ്തകം തുടങ്ങുന്നത് ജൂയിഷ് ക്രിസ്ത്യൻ ബൈബിൾ തുടങ്ങുന്നത് വലിയ മാഗ്നിഫിസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റോടെയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കാറില്ല. അത് ചാപ്റ്റർ 1 of Genesis 26-27 പറയുന്നത്, and God said, let us make man in our image, in our likeness. So God created man in his own image. In the image of God created he him. Male and female created he them. അപ്പോൾ ദൈവത്തെ അവിടെ ഹി എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ടത്. ഒരു പഴയ തർജ്ജിമ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ തർജ്ജിമകളിൽ അത് പ്ലൂറലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ഈ പഴയ തർജ്ജിമ തന്നെയാണ്. അപ്പം God created human beings, male and female, and God created them in his own image. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, each human person, male or female, is created in God's image and likeness. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവത്തിൻ്റെ ഇമേജിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ട്രഡീഷനിൽ, ജൂയിഷ് ട്രഡീഷനിലൊക്കെ അത് അത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല പലപ്പോഴും. ഓൺലി മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ്, ദ മെയിൽ ഈസ് ക്രിയേറ്റഡ് എന്നുള്ള വ്യാഖ്യാതാക്കൾ ധാരാളമാണ്. രണ്ടാമത്തെ സംഗതി, ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, ആസ് വൺ ബോഡി ഇൻക്ലൂസീവ് ഓഫ് മെൻ ആൻഡ് വിമൻ, ഈസ് ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ്. ഈ മനുഷ്യ രാശി മുഴുവൻ, മനുഷ്യവർഗം മുഴുവനും കൂടി ഒരുമിച്ച ദൈവത്തിൻ്റെ ഇമേജാണ്, കോർപ്പറേറ്റ്ലി ആസ് എ ഹോൾ. അതും നമ്മൾ അധികം കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പ്രശ്നം, അങ്ങനെ പറഞ്ഞാൽ ഈ അപ്പാർട്ടൈഡൊന്നും ഉണ്ടാകുകയില്ല, റേസിസം ഒന്നും ഉണ്ടാകുകയില്ല അങ്ങനെ പറഞ്ഞാൽ. കാരണം നിങ്ങൾ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഏത് വംശത്തിൽ പറഞ്ഞവനാണെങ്കിലും ആര്യനോ അനാര്യനോ യഹൂദനോ ഗ്രീക്കുകാരനോ ആരായാലും യു ആർ ഇൻ ഗോഡ്സ് ഇമേജ് എന്ന് പറയേണ്ടി വരും. നമ്മളും
അത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇത് ആരെങ്കിലും ഒന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇത് ഗൗരവമായിട്ട് എടുത്ത് സഭയിൽ പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വലിയ വ്യത്യാസങ്ങൾ വന്നേനെ, വലിയ വിപ്ലവം ഉണ്ടായിരുന്നു ഇവിടെ. കാരണം ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഇത് ഒരിക്കലും പറയാൻ വലിയ ഹരസ്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ you may say one caste may be in God's image but not other castes. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും ഈ വേദപുസ്തകത്തിൽ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ ഇതുണ്ട്. പേഴ്സൺ, ഇൻഡിവിജ്വൽ പേഴ്സൺസ്, മെയിൽ ആൻഡ് ഫീമെയിൽ, ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മുടെ കാറ്റഗിസത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവം ആത്മാവാണ്. യേശുക്രിസ്തുവിനെ ഒടുവിച്ചതാണ്, അവന് രൂപമില്ല. ദൈവം ഗോഡ് ഈസ് സ്പിരിറ്റ്. ഇഫ് ഗോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് ഹാസ് നോ ഫോം, നോ ഇമേജ്, നോ ഷേപ്പ്, ഹൗ ക്യാൻ യു സേ യു ആർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ് എന്നുള്ള ചോദ്യമാണ്. ലിറ്ററലായിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് സഭാപിതാക്കന്മാർ, ഏർലി തിയോളജിയൻസ് ഒക്കെ വളരെ ബദ്ധമായിട്ട് അതിനെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയും നമ്മുടെ പവർ ഓഫ് റീസൺ, എക്കാലത്ത് പറഞ്ഞതുപോലെ പവർ ഓഫ് റീസൺ ആണ് ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ ഇമേജ് ആക്കുന്നത്. ഇപ്പോഴും ഈ പ്രാർത്ഥനകളിൽ അത് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധി, ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്, വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. അത് അവിടെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ഇതാ, ഈ പവർ ഓഫ് സ്പീച്ചാണ്. സ്പീച്ച് ഉണ്ടാകണം, റീസൺ ഉണ്ടാകണം. സ്പീച്ചും റീസണും ലോഗോസ് ഒന്ന് തന്നെയാണ്, വാക്ക് ഒന്ന് തന്നെയാണ്, ലോഗോസാണ്. യുവർ റീസൺ ആൻഡ് യുവർ സ്പീച്ച്, യുവർ മൈൻഡ്, ഇതെല്ലാം ഒറ്റ വാക്ക്. ലോഗോസ് ഇസ് എ വെരി വെരി വൈഡ് മീനിങ് ഉള്ള ഒരു വാക്കാണ്. അത് നമ്മുടെ വാക്കെന്ന് മാത്രം അല്ലെങ്കിൽ റീസൺ എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാകില്ല. അപ്പം ദൈവത്തിൻ്റെ ലോഗോസ് മനുഷ്യനിലുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മറ്റ് ജീവികളിലും തിരിയക്കുകളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നതെന്നാണ് പിതാക്കന്മാർ ആദ്യകാലത്ത് പഠിപ്പിച്ചത്. ചിലർ വേറെ ചിലർ അത് തള്ളിക്കളയാതെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിൽ കമ്പ്യൂട്ടേഷൻ ഫാദേഴ്സ് ഒക്കെ വളരെ വളരെ ഊന്നി പറയുന്ന ഫ്രീഡമാണ്. ഹ്യൂമൻ ഫ്രീഡം ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എലമെൻറ്റ് ഓഫ് ഗോഡ്സ് ഇമേജ് ഇൻ ഹ്യൂമാനിറ്റി. ക്രിയേറ്റിവിറ്റി അതിൻ്റെ ഭാഗമാണ്. ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. നമുക്കത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ, കണ്ടുപിടിക്കാനുള്ള ക്രിയേറ്റിവിറ്റി ഫ്രീഡം ഉള്ളത് കൊണ്ടാണ്. ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി ഓൾവേസ് ഗോ ടുഗദർ. വേറെ ചില പറയും സോൾ, മനുഷ്യനെ ഒരു ആത്മതത്വം, ഇന്ത്യ പറയുന്നത് പോലെ ആത്മൻ ഉണ്ട്. ആ ആത്മതത്വമാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറയും. നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കേണ്ടതാണ്. എൻ്റെ ഒരു ഈ പേപ്പറിൽ പറയാൻ ആഗ്രഹിച്ച അതാണ്, വി കനോട്ട് in a way compartmentalize these things. All these things should be taken together. Rationality, freedom, creativity, the soul principle, എല്ലാം കൂടി എടുക്കുമ്പോൾ മാത്രമേ ഇമേജ്, എങ്കിലും ഇമേജ് ആകില്ല. അതാണ് എൻ്റെ പ്രശ്നം. ബിക്കോസ് ഇമേജ് ഇസ് എൻ ഓപ്പൺ തിങ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഇമേജ് ഈസ് എൻ ഓപ്പൺ തിങ്. നിങ്ങൾ സെക്കൻഡ് പീറ്റർ, നിങ്ങളുടെ പേപ്പറിൽ സെക്കൻഡ് പീറ്റർ 1:4 ആണ് കേട്ടോ. ഞാനവിടെ ബ്ലാങ്ക് ഇട്ടേക്കുന്നത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വാക്യം ഓർമ്മ വരാഞ്ഞുകൊണ്ടാണ് അടിക്കാൻ 1:4 ഇട്ടേക്കുന്നത്. സെക്കൻഡ് പീറ്റർ 1:4. അവിടെ പറയുന്നത് വി ആർ കോൾഡ് ടു ബി പാർട്ടേക്കേഴ്സ് ഓഫ് ഗോഡ്സ് നേച്ചർ. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കാളികളാകാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. which has become the basis, biblical basis for the idea of theosis, deification എന്നുള്ള വാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പിന്നീട് ഈ ടീച്ചേഴ്സ്, ഏർലി ടീച്ചേഴ്സ് വളരെ ശക്തിയായിട്ട് എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈസ്റ്റേൺ ട്രഡീഷനിൽ theosis, THEOSIS, theosis for deification, മനുഷ്യന് ദൈവമാകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്കറിയാമല്ലോ. ആദ്യം ഹവായിക്ക് പറഞ്ഞു കൊടുത്ത മാർഗമാണ്. ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്, although it is considered as negative in that context, which is a positive thing taken up by the fathers of the church. We are called to be like God.
വി ആർ കോൾഡ് ടു ബി ഗോഡ് എന്ന് തന്നെ ചിലർ പറയുന്നത് പറയും. ദിസ് ഈസ് ബോൾഡ് ലാംഗ്വേജ്, റെവല്യൂഷണറി ലാംഗ്വേജ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, വി ആർ യൂസിങ് ദിസ് ഈസ് അവർ ഹ്യൂമൻ ഡെസ്റ്റിനി എന്ന് പറയും. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് ഇതാണ് ഇമേജ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇമേജ് ഈസ് എൻ ഓപ്പൺ തിങ്, ഇമേജ് ഈസ് പ്ലാസ്റ്റിക്. ഞാനിവിടെ ഒരു പുതിയ വാക്ക് കോയിൻ ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഐക്കണോപ്ലാസ്റ്റിസിറ്റി. നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ആ വാക്ക് കാണുകയില്ല, ഐക്കണോപ്ലാസ്റ്റിസിറ്റി. അത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള പദം ഇപ്പോഴത്തെ ന്യൂറോ സയൻസിലുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അതായത് നമ്മുടെ ബ്രെയിൻ സെൽസ് ഫ്ലെക്സിബിളാണ്, ജനിക്കുമ്പോഴേ അത് ഫിക്സ്ഡ് ആയിട്ടല്ല വരുന്നത്. ഇറ്റ് ഹാസ് എൻ ഓപ്പൺനെസ്. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ കണക്ഷൻസ് ഉണ്ടാകും. എൻ്റെ ബ്രെയിൻ സെൽസ് ന്യൂറോൺസ് തമ്മിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് എത്ര വയസ്സായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബ്രെയിനിൽ ആ വ്യത്യാസം വരും. അതിപ്പം വളരെ ക്ലിയറായി ഫങ്ഷണൽ MRI ഉപയോഗിച്ച് ബ്രെയിൻ ഇമേജ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ബ്രെയിനിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇപ്പോൾ ഒരു അക്സെപ്റ്റഡ് ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ്. അതിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് അവർ പറയും. സോ ഐ ഹാവ് യൂസ് ദാറ്റ് വേർഡ് ഇൻ ഓർഡർ ടു സ്പീക്ക് അബൌട്ട് ഐക്കണോപ്ലാസ്റ്റിസിറ്റി. ഐക്കോൺ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇമേജാണ്. ദൈവത്തിൻ്റെ ഇമേജ് വേദപുസ്തകത്തിൽ പറയുന്ന വാക്കാണ് ഐക്കോൺ. യു ആർ ഇൻ ഗോഡ്സ് ഇമേജ്. ആ ഇമേജ് ഓപ്പൺ ഇമേജാണ്. ആ ഇമേജ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഷേപ്പബിളാണ്, മോൾഡബിൾ. അതിനാ പ്ലാസ്റ്റിക് എന്നുള്ള വാക്ക് അങ്ങനെയാണ് വന്നത്, ഗ്രീക്കിൽ നിന്ന്. നമുക്ക് ഏത് രൂപം വേണേലും കൊടുക്കാവുന്നതാണ് പ്ലാസ്റ്റിക്. സോ ഐക്കണോപ്ലാസ്റ്റിസിറ്റി മീൻസ് ഗോഡ്സ് ഇമേജ് ഇൻ അസ് ഈസ് continually open to new dimensions. അതിനെ പുതിയ പുതിയ ചക്രവാളങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മളിലുള്ള ദൈവത്തിൻ്റെ സാദൃശ്യത്തിന് സാധിക്കും എന്നുള്ളതാണ്. വിച്ച് ഈസ് എ വെരി ഒപ്റ്റിമിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതുകൊണ്ട് ഈ വേറൊരു വ്യത്യാസം കൂടെ ഏർലി ഫാദേഴ്സ് ഓഫ് ദ ചർച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഇമേജും ലൈക്ക്നെസ്സും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താ? യു ആർ ക്രിയേറ്റഡ് ഇൻ ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്. വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് അത് പര്യായപദം. ഇമേജിൻ്റെ പര്യായപദമാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേ വാക്കാണ്. ഈ ഹീബ്രു പോയട്രിയിൽ ഇങ്ങനെ ഈ പാരലലിസം, റെപ്പറ്റീഷൻ വരും. ആ റെപ്പറ്റീഷൻ ഒരു പോയറ്റിക് ഡിവൈസാണ്, എംഫസിസ് കൊടുക്കാൻ പറ്റി. നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പം അഹ്റോൻ്റെ താടിയിന്മേൽ ഒലിക്കുന്ന തൈലം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ താടിയായ താടി എന്തിനാ താടി എന്ന് പറഞ്ഞാൽ പോലെ, അഹ്റോയുടെ താടിയിന്മേൽ ഒലിക്കുന്ന തൈലം എന്ന് പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കും. പക്ഷെ താടിയായ താടിയിന്മേൽ ഒലിക്കുന്ന തൈലമാണ്. അപ്പം പെൺകഴുതക്കുട്ടിയുടെ പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ കഴുതയുടെ പുറത്തും പിന്നെ രണ്ട് കഴുതകളുണ്ടെന്നവരെ അവിടെ സൂചന വരാം. ഇതൊരു ഫിഗറേറ്റീവ് വേ ഓഫ് പുട്ടിങ് തിങ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇമേജിൻ ലൈക്ക്നെസ് ഇത് ഈ പറഞ്ഞ ഏർലി ഫാദേഴ്സിനൊക്കെ അറിയാമായിരുന്നു. ഇത് ഹീബ്രു ട്രഡീഷനിൽ ഇങ്ങനെയുള്ള, അതോട് മനഃപൂർവ്വം അവർക്ക് തെറ്റി പറയുന്നതല്ല. പക്ഷേ അവരത് മനഃപൂർവ്വം ഒരു ഡിവൈസാക്കി മാറ്റി. ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ലൈക്ക്നെസ് എന്ന് പറയുന്നത് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യേണ്ട ടാസ്ക്കാണ്. സോ ദേ മേഡ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ image as a gift at the time of birth and likeness as the final form or the final destiny we need to accomplish. അപ്പോൾ അത് തമ്മിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന നമ്മുടെ എത്തിക്കൽ സ്പേസാണ്, നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ലോകം, നമ്മുടെ ആയുസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം, നമ്മുടെ എത്തിക്കൽ സ്പിരിച്വൽ സ്പേസാണ്. അവിടെ നമ്മൾ ആക്ട് ചെയ്യണം. അവിടെ നന്നായിട്ട് ആക്ട് ചെയ്താൽ then you can realize your image as likeness. അവിടെ ഒരു ബിബ്ലിക്കൽ എക്സ്പ്രഷൻ കൂടിയുണ്ട്. നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ പാടില്ല. സെൻറ്റ് ജോൺസ് ഫസ്റ്റ് ലെറ്റർ ചാപ്റ്റർ 3:2 I think I have mentioned it somewhere. അവിടെ പറയുന്നത് എന്നെ വ്യക്തിപരമായിട്ട് പറയാൻ വളരെ പഠിക്കുന്ന കാലം മുതൽ വളരെ ആകർഷത്തിലുള്ള ഒരു വാക്യമാണ്. അവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. Beloved, we are
children of God now. What we shall become, we do not know yet. നമ്മൾ ഇനി എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടില്ല. അപ്പോൾ ലോജിക്കലായിട്ട് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ദൈവമക്കളാണെങ്കിൽ പിന്നെ ഇനി എന്താകാനുള്ളത്? വാട്ട് എൽസ് ഡു യു വോണ്ട്? യു ആർ ഗോഡ്സ് ചിൽഡ്രൻ നൗ. ജോൺ സേസ് നോ, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് known to us what we shall become. ഇതാണ് ഫാദേഴ്സ് ഉപയോഗിക്കുന്ന ഇമേജും ലൈക്ക്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. there is a continuous growth. നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നതാണ്. നമ്മുടെ എത്തിക്കൽ ബീയിങ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സ്പിരിച്വൽ മോറൽ എത്തിക്കൽ റെൽമാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ബീയിങ് ആൻഡ് ലൈക്ക്നെസ്. പിന്നെ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഈ എപ്പഫാറ്റിക് ആന്ത്രപ്പോളജി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആന്ത്രപ്പോളജി തിയോളജിയിൽ എപ്പഫാറ്റിക് ഡയമെൻഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആന്ത്രപ്പോളജിയിലും ഉണ്ട് എപ്പഫാറ്റിക് ഡയമെൻഷൻ. ആന്ത്രപ്പോളജിയിലെ എപ്പഫാറ്റിക് ഡയമെൻഷൻ വളരെ വളരെ ക്ലിയർ. അതുകൊണ്ടാണ് പറയുന്നത് ഈ സാമിസ്റ്റ് സങ്കീർത്തനക്കാരൻ അത്ഭുതപ്പെടുന്നത് കൊണ്ടാണ്. നീ ഉണ്ടാക്കിയ ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യപുത്രനെ നീ പരിഗണിക്കേണ്ടതിന് അവൻ എന്തുമാത്രം, എങ്കിലും നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അതെന്തുമാത്രം കൊടുത്തേക്കുന്നത്? ഈ തേജസ്സും ബഹുമാനവും, ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ് ലിമിറ്റഡ്? ഈസ് ഇറ്റ് കൺഫൈൻഡ് ടു എ സ്മോൾ ബോക്സ്? നോ, ഇറ്റ് ഈസ് വെർച്വലി ഇൻഫിനിറ്റ്. ദൈവത്തിൻ്റെ അനന്തമായ തേജസ്സിലേക്കാണ് മനുഷ്യനെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നോക്കണം, ഐഡിയ ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ, ദ ഡെസ്റ്റിനി, ദ നേച്ചർ ആൻഡ് ഡെസ്റ്റിനി ഓഫ് ഹ്യൂമൻ പേഴ്സൺ ഈസ് ആക്ച്വലി ഈക്വൽ ടു ഗോഡ്സ് ഓൺ നേച്ചർ, ഗോഡ്സ് ഓൺ ഗ്ലോറി. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ കിടക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുക്കുന്നതായ ഒരു അപ്പഫാറ്റിക് റിസർവേഷനാണ്. I do not know, this is not this, നേതി നേതി. ആ നേതി നേതി ഇന്ത്യയിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യൻ. ആ നേതി നേതി മനുഷ്യനെ പറ്റി പറയുമ്പോഴും ശരിയാണ്. ഞാനാരാണ്, നീ ആരാണ് എന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി വി ഡു നോട്ട് നോ. ഇതല്ല, ഇതാണോ മനുഷ്യൻ, ഇതല്ല, ഇതാണോ മനുഷ്യതല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്, നമ്മൾക്കും നമ്മുടെ പൊതുരംഗത്തെ ഉണ്ടപ്പക്രു ഒരു പ്രധാന കഥാപാത്രമാണല്ലോ അല്ലേ. ഉണ്ടപ്പക്രുവിൻ്റെ നീളം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാം. അങ്ങനെ ഒരു ഡെഫിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഒരാളിന് എത്ര പൊക്കം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ മനുഷ്യനായിട്ട് കണക്കാക്കപ്പെടൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈസ് ദർ എനി നോ? ക്യാൻ സംബഡി ബി ടു ഷോർട്ട് ടു ബി ഹ്യൂമൻ? ക്യാൻ സംബഡി ബി ടു ടോൾ ടു ബി ഹ്യൂമൻ? ഓർ ക്യാൻ സംബഡി ബി ടു ഫാറ്റ് or too slim for being human? അമേരിക്കയിലൊക്കെ ചെന്ന് നമ്മൾ കാണുന്ന ആളുകളെ അത്ഭുതപ്പെട്ടു പോകും അവരുടെ ശരീരത്തിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ. ബട്ട് ആർ ദേ ലെസ് ഹ്യൂമൻ ഓർ മോർ ഹ്യൂമൻ? നമ്മൾ കണ്ടുകയില്ല. അവിടെ ആരെങ്കിലും അമേരിക്ക ഫാറ്റ് എന്ന് വല്ലതും പറഞ്ഞു പോയെങ്കിൽ ജയിൽ പോകും. അത് യു ഷുഡ് യൂസ് പൊളിറ്റിക്കലി കറക്റ്റ് ലാംഗ്വേജ്. Politically correct എന്ന് പറഞ്ഞാൽ what can you say? When you see a fat man, you can say, here is a differently sized man. വ്യത്യസ്തമായ ഒരു ആകാരമുള്ള ആളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫാറ്റ് എന്നുള്ളത് പെജോറേറ്റീവാണ്. അതുകൊണ്ട് പാടില്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അമേരിക്കക്കാർ പറയുമ്പോൾ. ഭാഗ്യവശാൽ ഇങ്ങോട്ടൊന്നും അത് അധികം വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഫാറ്റെന്നും നിന്നെന്നൊക്കെ ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, ഈ we have no definition of what a human being is. Not only the physical dimensions, but internally, psychologically and spiritually, we have absolutely no set norms to define a human being. That means a human being is left undefined, which is the central theological point for us and which gives us hope. മനുഷ്യനെ നിർവചിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു സംഗതി. അതിൻ്റെ ഇംപ്ലിക്കേഷൻസിലേക്ക് നമ്മളിപ്പോൾ ചർച്ചകളുള്ളത് അതുപോലെ. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ടെക്നോ മിറർ എന്നുള്ളത് ഐ ഹാവ് ടേക്കൺ ഫ്രം നോദർ ഫിലിപ്പ് ഹെസ്നർ എന്ന് പറയുന്ന ഒരു ലൂതറൻ തിയോളജിയൻ്റെ പ്രയോഗമായി ടെക്നോ മിറർ എന്ന് പറയുന്നത്. അതിലേക്ക് കൂടുതൽ ഇപ്പോൾ പോകണ്ട.
ഐ ജസ്റ്റ് മെൻഷൻ ദാറ്റ്. പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ പുതിയ ടെക്നോളജീസ് എല്ലാം പുതിയ ചലഞ്ചസ്, ഇതുവരെ ഉണ്ടാകാത്ത ചലഞ്ചസാണ്. ഇപ്പം ഞാൻ പറഞ്ഞ തിയോളജിക്കൽ ആന്ത്രോപോളജി വളരെ പുരാതനമായ തിയോളജിക്കൽ ആന്ത്രോപോളജിയാണ്. അതാണ് ഈ 20ാം നൂറ്റാണ്ട് വരെയും നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾ ഓൺ എ സഡൻ ഇൻ ദ 20th century തിങ്സ് ആർ ചേഞ്ച്. ഉദാഹരണമായിട്ട് ബയോടെക്നോളജി, എവല്യൂഷണറി ബയോളജി, കോഗ്നിറ്റീവ് ആൻഡ് ന്യൂറോ സയൻസസ്, ഇതിൻ്റെ അകത്തൊക്കെ പുതിയ പുതിയ ചലഞ്ചസ് വരുന്നു. നമുക്കറിയാവുന്നതാണ് ക്ലോണിങ്. ഇതിലൂടെ നിങ്ങൾക്കിനിയിപ്പം സ്ത്രീകൾ മാത്രം മതി മനുഷ്യവർഗത്തെ കൂടുതൽ വംശവർദ്ധന വരുത്താനായിട്ട്. പുരുഷന്മാരുടെ ആവശ്യമില്ല. ഇവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. പുരുഷന്മാരെ അത് വിനയപൂർവ്വം അറിഞ്ഞിരിക്കണം. ഈ ക്ലോണിങ് വരികയാണെങ്കിൽ യു ഡോണ്ട് നീഡ് എ വുമൺ ടു പ്രൊപ്പഗേറ്റ് ഹ്യൂമൻ സ്പീഷീസ്. കാരണം സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഈ സൊമാറ്റിക് സെൽ എന്ന ശരീരത്തിൻ്റെ നേരത്തെ ഇത് വേണമായിരുന്നു, നേരത്തെ ഈ സ്പെഷ്യൽ സെൽസ് വേണമായിരുന്നു. ഇപ്പം അത് വേണ്ട. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സെല്ല് എടുത്ത് ചെയ്യാം. ഈ ഡോളി എന്ന് പറയുന്ന ആടിനെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസിഷൻ SCNT എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് ഒരു സെല്ലെടുത്തിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ സെറ്റും ക്രോമസോംസും അതെടുത്ത് ആ ന്യൂക്ലിയസ് ഇട്ടങ്ങ് മാറ്റിയിട്ട് വേറൊരു സെല്ലിൽ നിന്ന് ഇത് ന്യൂക്ലിയസ് കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ട് അത് 1, 2, 3, 4, 5 ഇഷ്ടംപോലെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള സംഗതി. വളരെ സിമ്പിൾ ടെക്നിക്കായിരിക്കും. മനുഷ്യൻ്റെ കാര്യത്തിൽ ഇതുവരെ അത് അപ്ലൈ ചെയ്തിട്ടില്ലെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ അറിയാൻ പാടില്ല. അത് ചെയ്യും, മനുഷ്യനത് ചെയ്യും. കാരണം എവിടെയെങ്കിലും രഹസ്യമായിട്ട് ക്ലോൺ ഉണ്ടാക്കി കാണണം. കാരണം ഈ ടെക്നോളജി ഹാസ് ബിക്കം സോ സിമ്പിൾ നൗ. മൃഗങ്ങളിലെല്ലാം അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെടികളിൽ നേരത്തെ ഉണ്ട്. ചെടികൾ നേരത്തെ തന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ വരുമ്പം മനുഷ്യൻ്റെ ക്ലോൺ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം പറയാനായിട്ട് സാധിക്കുകയില്ല. ടെക്നോളജിക്കലി ഇറ്റ് ഈസ് പോസിബിൾ, ബട്ട് വാട്ട് ഈസ് ഇംപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു 10,000, ഇപ്പം ഞാനൊരു ഡിക്റ്റേറ്ററായിട്ട് ഒരു 10,000 ക്ലോൺ ഉണ്ടാക്കുകയാണ്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന റോബോട്ടുകളായിട്ട് മെഷീനായിട്ട് വരിക. ഇതിന് ഒരു ഉത്തരവാദിത്വം. എനിക്ക് വേണമെങ്കിൽ ഡെത്ത് സ്ക്വാഡ് ഉണ്ടാക്കാം, ചാവേർപ്പട ഉണ്ടാക്കാം, ഇവരെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഡിസ്റ്റന്റ് പോസിബിലിറ്റി ആയിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. ദി അമേസിംഗ് ആൻഡ് ഓൾസോ the frightening thing is that this technology is now possible. It's not a dream. അപ്പോൾ അതങ്ങനെ ഒരു വശത്ത്. അപ്പം വാട്ട് ഈസ് ഹ്യൂമൻ എന്നുള്ള ചോദ്യം, സ്ത്രീകളില്ലാതെ പുരുഷന്മാരില്ലാതെ സ്ത്രീകളുടെ ശരീരം മാത്രം ഉപയോഗിച്ച് ഒരു ലോകം, സ്ത്രീകളുടെ മാത്രം ലോകം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോസിബിലിറ്റീസാണ്. സ്റ്റെം സെൽ റിസർച്ച് മെഡിക്കലി ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ആ കോൺട്രവേഴ്സിയൊക്കെ ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. മറ്റേ ഇത് എംബ്രിയോണിക് സ്റ്റെം സെല്ല് വേണമായിരുന്നു. ഇപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ ഏത് പ്രധാനപ്പെട്ട അവയവങ്ങളും വൈറ്റൽ ഓർഗൻസ്, ഇപ്പം ലിവർ ഉണ്ടാക്കണമെങ്കിൽ ഈ സ്റ്റെം സെൽ ഉപയോഗിച്ച് യു ക്യാൻ ഡെവലപ്പ് എ ന്യൂ ലിവർ. വേറൊരു ഡോണറെ ആവശ്യമില്ല. അല്ലെങ്കിൽ അതുപോലെ കിഡ്നി നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഓർഗാനിക് കിഡ്നി തന്നെയാണ് അത് പിടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വൈറ്റൽ ഓർഗൻസ് എല്ലാം തന്നെ ഈ സ്റ്റെം സെൽ റിസർച്ചിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ ഒരു വശം നല്ലതാണെന്ന് പറയാം. പിന്നെ ജീൻ സീക്വൻസിങ്, അത് ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തോ നമ്മുടെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ജീൻ സീക്വൻസിങ് നടത്തുക. അപ്പോൾ ഈ ഭാവിയിൽ എനിക്ക് 60 വയസ്സാകുമ്പോൾ എനിക്ക് പിന്നെ ഒരു ലങ് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പാർക്കിൻസൺസ് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നേരത്തെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ജീൻ തെറാപ്പി, ജീൻ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇയാൾ വളരുമ്പോഴേ ഈ രോഗം ഉണ്ടാകുകയില്ല എന്നുള്ളതും, അതും തെറപ്യൂട്ടിക്കലി മേ ബി എ ഗുഡ് തിങ് ഫോർ ഹ്യൂമാനിറ്റി, ബട്ട് വി ഡു നോട്ട് നോ. ഇതിനെല്ലാം മറുവശമാണ്. ഇതിനെല്ലാം ഒരു ഈവിൾ വൈറസ് മറുവശം. നമ്മുടെ കമ്പ്യൂട്ടറിലെ വൈറസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈവിൾ ആസ്പെക്ട് എപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കും. Now, I'm not going in detail to that thing. The point is that the new technologies have posed a new challenge, a series of challenges to our understanding of the human.
വാട്ട് ഈസ് ഹ്യൂമൻ. അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഇത് സാധിക്കുക മാത്രമല്ല, ഈ സോഷ്യൽ റിലേഷൻഷിപ്പിലും നമ്മുടെ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാരേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇനിയിപ്പോഴേ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പില്ല. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഗേ മാരേജും പറ്റും ലീഗലൈസ്ഡ് ആയി കഴിഞ്ഞു പല രാജ്യങ്ങളിലും. ക്രിസ്ത്യൻ കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളിലാണ്, പറഞ്ഞുകൊണ്ട് രാജ്യങ്ങളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മുസ്ലിം കൺട്രിയിലോ ഏഷ്യൻ കൺട്രീസിലോ ഒന്നും ഇതുവരെയും ആയിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ സുപ്രീം കോടതിയും മറ്റുമൊക്കെ കുറേശ്ശെ ആ ലൈനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. What would happen to the institution of marriage and family and childbearing? ഇപ്പം തന്നെ അമേരിക്കയിലെ ഒരു നല്ല പങ്ക് അമേരിക്കൻസും കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുള്ളത്. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ വന്ന സിറ്റുവേഷൻ, പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്കലി ഇറ്റ് ഈസ് കാറ്റസ്ട്രോഫിക്. ദർ ഇസ് എ ഫാർ റീച്ചിങ് കോൺസിക്വൻസ്. ഇവിടെ ഡെമോഗ്രാഫിക്കലി പോപ്പുലേഷൻ കുറയുമ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് ജാതികളിൽ നിന്നും മതങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത് ഏറ്റെടുക്കാനായിട്ട്. വിതിൻ 1 or 2 ജനറേഷൻസ് ഇവിടുത്തെ ഈ സോഷ്യൽ സിറ്റുവേഷൻ മുഴുവൻ മാറും, വിച്ച് ഈസ് ഹാപ്പനിങ് ഓൾറെഡി ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക. കേരളത്തിലും അത് സംഭവിക്കും. ഇപ്പം ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ നമ്മൾ കാണുന്ന പോലും ഇല്ല, അല്ലേ? നമ്മളവരെ കാണുന്നത് മനസ്സിലാകും, ഇടം ടോക്ക് ടു ദം, അല്ലേ? We simply ignore them, but they will stay here. By next generation, their children will learn Malayalam. If they are Muslims or Hindus or whatever, they will retain their religion and their identity from wherever they came. It might create social conflict in Kerala. This has happened in Europe and America. ഇതും വേറൊരു വശമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇപ്പോഴത്തെ ടെക്നോളജിയും ഐഡിയോളജിക്കൽ ആറ്റിറ്റ്യൂഡും എടുത്താൽ യു സി ദി ചലഞ്ചസ് ടു ദി ഹ്യൂമൻ നേച്ചർ ആൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമാനിറ്റി is completely changing and we have no way to grapple with it. ഇതാണ് മനുഷ്യൻ, ഇതാണ് മനുഷ്യത്വം എന്ന് പറയാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് the ethical question then is whether we should open up some of these things എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ നമ്മൾ എത്ര നോ പറഞ്ഞാലും somebody would try a hand on that. ഞാനൊരു ഉദാഹരണം എപ്പോഴും മനസ്സിൽ കാണുന്നതായി, ന്യൂക്ലിയർ ടെക്നോളജി ഓപ്പൺ അപ്പ് ചെയ്തു. വലിയ നേട്ടമാണ്, മനുഷ്യൻ്റെ വലിയ മാസ്റ്ററി ഓവർ ടെക്നോളജി ഓവർ നേച്ചറാണ്. ഇൻഡിവിസ്വൽ എന്ന് പറഞ്ഞ ആറ്റം ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഈ എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മളിവിടെ കുടംകുളത്തിന് എതിരൊക്കെ പറഞ്ഞാലും കുടംകുളം ഉണ്ടാകും. കേരളത്തിലും എപ്പോഴെങ്കിലും ന്യൂക്ലിയർ എനർജി വന്നത്, അല്ലെങ്കിൽ വി ഷുഡ് ഗോ ഫോർ സോളാറിൻ്റെ ഇപ്പം സന്നിധിയൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇപ്പം ആരും മിണ്ടുന്നില്ല സോളാറിൻ്റെ കാര്യം. ഞാനിതിൻ്റെ പല പടികളിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഈ അടുത്ത്, ഞാനിപ്പോൾ പ്രസംഗം നിർത്തി. കാരണം ആരെങ്കിലും പറഞ്ഞിരിക്കും, ഞാനും പൈസ വാങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം പ്രസംഗം നിർത്തിയിരിക്കുക. ബട്ട് ഐ ആം സ്റ്റിൽ കൺവിൻസ്ഡ് ദാറ്റ് സോളാർ ഈസ് ദി ഓൺലി വേ ഔട്ട് ഫോർ അസ്. അതില്ലെങ്കിൽ ന്യൂക്ലിയർ വരും. സോളാർ ഇല്ലെങ്കിൽ ന്യൂക്ലിയർ വേറെ നോ അതർ ഓപ്ഷനാണ്. ന്യൂക്ലിയർ വന്നാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പം whether we should open up some of the possibilities open to us technologically എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ethical question ആണ്. I am concluding this talk. നമ്മുടെ ഈ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു തീം എന്തുവാ? ന്യൂ ഹ്യൂമാനിറ്റി ഇൻ ക്രൈസ്റ്റ്. സെന്റ് പോളും ഒക്കെ എത്രയോ പ്രാവശ്യമാണ് പറയുന്നത്, യു ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ജീസസ് ക്രൈസ്റ്റ്. വാട്ട് do we need to be a new creation in the present context of the great difficulty to understand humanity or humanness? What do we say about the new humanity? ഇവിടെ it's still open. സെന്റ് ജോണിന്റെ നമ്മളെ സൂചിപ്പിച്ചതുപോലെ we are God's children now, but what we shall become we do not know yet. I happened to go through the poems of Wendell Berry, the new American, famous American poet and environmentalist, Wendell Berry. അദ്ദേഹം ഒരു പറയുന്നുണ്ട്, in relation to the earth
എർത്ത് കെയറിനെ കുറിച്ചാണ് പറയുന്നത്. ഐ സ്റ്റാൻഡ് ഫോർ വാട്ട് ഐ സ്റ്റാൻഡ് ഓൺ എന്ന് പറയുന്നു. ഐ സ്റ്റാൻഡ് ഫോർ വാട്ട് ഐ സ്റ്റാൻഡ് ഓൺ. അത് ജീവനെ കുറിച്ച് ബന്ധിപ്പിച്ച് നമ്മൾ പറയണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഐ സ്റ്റാൻഡ് ഫോർ വാട്ട് ഐ സ്റ്റാൻഡ് ഓൺ. ഐ സ്റ്റാൻഡ് ഫോർ ലൈഫ്. ഐ സ്റ്റാൻഡ് ഓൺ ലൈഫ്. അപ്പോൾ ആ ലൈഫ് എന്താണ് എന്ന് കണ്ടെത്തുന്നതിലാണ് ക്രിസ്ത്യൻ തിയോളജിക്കൽ ആന്ത്രോപോളജിയുടെയും നേച്ചറിനെ സംബന്ധിച്ചുള്ള യൂണിവേഴ്സിനെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും എസൻസ് അവിടെയാണ് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചത് എൻ്റെ മനസ്സിലൊരു ഇല്ലസ്ട്രേഷൻ വന്നതിൻ്റെ ശ്രീകൾ അറിയാൻ രാമു ചെന്നായി വളർത്തിയ രാമു എന്ന ഒരു കുട്ടിയെ കുറിച്ച് കുറേ നാളുണ്ട്. എനിക്ക് ഇല്ലസ്ട്രേറ്റർ വീക്കിലും ഇവിടെ ഇല്ലസ്ട്രേറ്റർ വീക്കിലൊക്കെ ഒരു ഇല്ലസ്ട്രേഷൻ വന്നിട്ടുണ്ട്. രാമു എന്ന് പറഞ്ഞ കുട്ടി ചെന്നായി വളർത്തിയാണ്. ആ കുട്ടി ബയോളജിക്കലി ഹ്യൂമനാണ്, പക്ഷേ സൈക്കോളജിക്കലി പ്യുവർ ഫുൾഫാൻ. അപ്പോൾ അതിൻ്റെ ഐ എന്തായിരിക്കാം എൻ്റെ മനസ്സിൽ വന്നൊരു മേബി എ ഹിസ്റ്ററി. രണ്ടാമത്തെ ഒരു മെത്തഡോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അച്ഛൻ അതിനെ എങ്ങനെ കാണുന്ന രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഈ മോഡേണിസത്തെ കുറിച്ച് അച്ഛൻ ധാരാളം പരാമർശിക്കുന്നുണ്ടായി. അതിൻ്റെ പ്രോസസ്സിൽ കൂടി എമർജ് ചെയ്യാനല്ലോ ഡയലക്ട്രിക്കൽ രീതിശാസ്ത്രം. അപ്പോൾ അതും ഒരു വലിയ അളവിൽ അതിൽ കൂടെ ലൈബ്രറി കാണാനായിട്ട് ഹെഗലിൽ നിന്നും മാർക്സ് എംഗൽസ് വന്നപ്പോഴത്തേക്കിന് മെറ്റീരിയലിസത്തിൽ കൂടെ ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൽ കൂടെ ഇതിനെ കാണാനായിട്ടൊരു ശ്രമം ഉണ്ടായിരുന്നു. ഇത് രണ്ടേ ചോദ്യവും ബ്രീഫായിട്ട് പറയാം. ഈ ആദ്യത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സൈക്കോളജിയിലും സോഷ്യോളജിയിലും ബിഹേവിയറൽ സയൻസ് ഇൻ ജനറൽ. അതായത് ചെന്നായി വളർത്തിയ കുട്ടിയുടെ സ്വഭാവം എന്തായിരിക്കും. ഈ ഇയോ വിൽസൺ എന്ന് പറയുന്ന വലിയ ബിഹേവിയറൽ സയൻസ്, അദ്ദേഹം ഈ എൻറ്റമോളജിസ്റ്റ് ആണ്. ബട്ട് ഹി ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് തിങ്സ് ഓൺ the implication of social upbringing and genetic tradition in our behavior. Behavioral science ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം. ഈ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ സ്വത്വം, എൻ്റെ ഐ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അൺഡിഫൈൻഡ് ആണ്. നമ്മൾ എത്രമാത്രം നമ്മിലേക്ക് തന്നെ അന്വേഷിച്ചാലും അതിലൊരു അന്ത്യം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നേച്ചർ നെർച്ചർ എന്നുള്ള കോൺട്രവേഴ്സി ആയിട്ട് പറയും. പക്ഷേ നേച്ചർ നെർച്ചർ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ദർ ഈസ് സംതിങ് വിച്ച് ഈസ് ബോൺ ഇൻ അസ്, ദർ ഈസ് സംതിങ് വിച്ച് വി റിസീവ് ഫ്രം ദി എൻവയൺമെൻറ്റ് ബൈ വേ ഓഫ് നെർച്ചർ. പരിപോഷണം കൊണ്ട്, വളർത്തൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒന്നുണ്ട്. രണ്ടും എഫക്റ്റീവാണ്, രണ്ടും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് തമ്മിൽ നേച്ചറാണോ നർച്ചറാണോ എന്നുള്ളത് പോളറൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ബോത്ത് കോൺട്രിബ്യൂട്ട് എന്നുള്ള ചിന്തയിലേക്കാണ് വരുന്നത്. ഈ നമ്മുടെ ഈ ആടുജീവിതം പറയാൻ കഴിയുന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഇവിടെ ഞാൻ മറന്നുപോയി. 18 വർഷം ഈ സൗദി അറേബ്യയിൽ ആടിനെ തീറ്റാനായിട്ട് ഒരാളുടെ കാര്യം വായിച്ചത് അല്ലേ? ഏതിലായിരുന്നു? അതെ. പിന്നെ ബെന്യാമിൻ്റെ ആടുജീവിതമല്ല, അതുപോലൊരു കഥയാണ്. ആക്ച്വലി 18 വർഷം ആട് തീറ്റിയ ഒരാളൊരു റിയൽ സ്റ്റോറി, ഒരു തമിഴിനാണ്, ശെൽവരാജ് എന്നും പറഞ്ഞ്. അവനെ ഇങ്ങനെ കൊണ്ടുപോയി ട്രാപ്പിൽ ചെയ്തിട്ട് അവനെ തമിഴ് മറന്നുപോയി. 18 വർഷത്തിന് ശേഷം അവനെ വേറൊരു ആളിനെ രക്ഷപ്പെടുത്തിയപ്പോഴത്തേക്ക് അവനെ ഏതെങ്കിലും പ്രത്യേക ഒരു ഗോത്രവർഗത്തിൻ്റെ ഭാഷ അറിയാവുള്ളൂ. അവനെ തമിഴ് മറന്നുപോയി. ഒരു സംഭവം റിയൽ സ്റ്റോറിയാണ്, ആടുജീവിതത്തിൽ പറഞ്ഞില്ല. അപ്പം അങ്ങനെ സംഭവിക്കാം. അവിടെ നെർച്ചറിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ എത്രയേ ഉള്ളൂ. നെർച്ചർ എന്ന് പറയുന്നത് as long as you are nourished, as long as you are conditioned by a certain environment, you are there. If it is withdrawn from you, you are not there. But then what happens to humanity is another thing. അതുകൊണ്ട് എന്താണ് നമ്മുടെ സ്വത്വം, ഐഡന്റിറ്റി എന്നുള്ളത് ഇറ്റ്സ് an open question. We can only go into nature, nurture, or more popularly family, friends, education and all these things. നമ്മുടെ മലയാള അവസാനം പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എ പെൻ, എ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫ്രം ഹെർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെർ ഐഡൻറ്റിറ്റി. ഷി വാസ് ഡിനൈഡ് എഡ്യൂക്കേഷൻ
her self, her identity was denied. And then she discovers that dimension. അതിനോട് ബന്ധപ്പെട്ടതാണ് മറ്റേത്. ഐഡിയോളജിക്കലായിട്ട് ഇപ്പം മാർക്സ് ഇപ്പോൾ ഹോമോ ഇക്കണോമിക്സ്, ഇക്കണോമിക് ഹോമോ സാപ്പിയൻസ് ഉണ്ട്, ഹോമോ ഇക്കണോമിക്സ് ഉണ്ട്, ഹോമോ ടെക്നിക്സ് ഉണ്ട്. ഇങ്ങനെ ഏതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏത് കാഴ്ചപ്പാടിലൂടെയാണ് മനുഷ്യനെ കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് എലാബറേറ്റ് ചെയ്യാം, അതിലൂടെ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കാം. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ഹോൾ തിങ്. മാർക്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ പേഴ്സൺ കംപ്ലീറ്റ് ആണെന്ന് ആരും പറയില്ല. ഓൾദോ ഇറ്റ് മേ ഹാവ് ക്രിയേറ്റഡ് എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ എ സർട്ടൻ ഏജ് എന്നുള്ളത് പറയാം. ബട്ട് ഫൈനലി ഇറ്റ് ഈസ് ഓൾസോ ഓപ്പൺ. അതുകൊണ്ട് ഈ ഇതെല്ലാം കൂട്ടി എടുക്കുന്ന അവസാനം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഇമേജിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നു, യു ഷുഡ് കീപ് ഓൾ ദീസ് തിങ്സ് ടുഗദർ സോ ദാറ്റ് യു മേ ഹാവ് എ ഗ്ലിംസ് ഇൻ ടു വാട്ട് ഹ്യൂമാനിറ്റി ഈസ്. ഒരു കൺക്ലൂസീവായിട്ട് അവിടെ നമ്മൾ മനുഷ്യനെ എണ്ണി എന്നുള്ള ഭാഗം അച്ഛൻ പറഞ്ഞ ആ കാര്യം വളരെ സ്ട്രൈക്ക് ചെയ്തു. കാരണം പഴയ നിയമത്തിൽ ദാവീദ് തന്റെ ജനത്തെ എണ്ണി ഒരു ഭാഗമുണ്ട്. യഹോവ ഏറ്റവും അധികം ദാവീദിന് നേരെ കോപിച്ച ഒരു രംഗമാണ്. ഇത് 2 ശിക്ഷകളാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ ചവിട്ടിക്കൊല്ലാം, അല്ലെ വെട്ടിക്കൊല്ലാം. 2 ഓപ്ഷനാണ്. ഇഷ്ടമുള്ളത് നീ എടുത്തോ എന്ന് പറഞ്ഞുള്ള രീതിയിൽ 2 ശിക്ഷകൾ കൊടുക്കുകയാണ് ദാവീദിനെ. അത്രയ്ക്ക് യഹോവയ്ക്ക് സഹിക്കാനാവാത്ത കാര്യമായിരുന്നു മനുഷ്യനെ എണ്ണുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുവരുന്ന പ്രവണത, അത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ അവരുടെ പ്രകടനങ്ങളിൽ പറയും എണ്ണാമെങ്കിൽ എണ്ണിക്കൂ. വൈദിക നേതൃത്വം സമുദായത്തിലെ അംഗങ്ങളെ എണ്ണി പലപ്പോഴും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ എണ്ണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നമ്മുടെ പഠനത്തിലും നമ്മുടെ നേതൃത്വ നിരയിലും വല്ല എങ്ങനെ കടന്നുകൂടിയച്ച എന്നൊരു സംശയം. ഇതിനൊരു എന്താണ് ഒരു പ്രതിവിധി? മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് 500 യുദ്ധം, പക്ഷെ ജയിച്ചത് 5 ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നപ്പോഴും എണ്ണം അങ്ങോട്ട് വരാതിരുന്നപ്പോൾ ആശങ്ക പല മുഖങ്ങളിലും നിഴലിക്കുന്നു. ഈ എണ്ണത്തിൻ്റെ ഈ പ്രതിസന്ധിയെ നമുക്ക് എങ്ങനെ അതിജീവിക്കാനാകും? നമ്മുടെ വൈദിക വിദ്യാഭ്യാസ രീതിയിലും അതുപോലെ തന്നെ പ്രബോധനങ്ങളിലുമൊക്കെ ഈ പൗരസ്ത്യ വിജ്ഞാനത്തെയും ഉപനിഷത്തിനെയും വിശുദ്ധ വേദപുസ്തകത്തെയും ആർഷഭാരത ജ്ഞാനത്തെയും ഒക്കെ ഒന്ന് സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മനുഷ്യന്റെ വില കുറെ കൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും സമുദായ നേതൃത്വത്തിനും ഒക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കാവുമോ? അതിനെന്താണ് ഒരു പ്രതിനിധി? അച്ഛനോടൊന്ന് വളരെ വിനയപൂർവ്വം ചോദിക്കുക. ഉത്തരം പറയാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. ഈ നമ്പറും ക്വാളിറ്റിയും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാം. ഈ യേശുക്രിസ്തു എണ്ണം കൂട്ടാനായിട്ട് ശ്രമിച്ചോ എന്ന് നമുക്ക് തെളിവൊന്നുമില്ല ആ സുവിശേഷത്തിൽ. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ആളുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഈ ആളുകളിങ്ങനെ തേനീച്ച പോലെ ചുറ്റും കൂടി അവൻ്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ കേട്ട്, ലാവണ്യം എന്ന് പറഞ്ഞാൽ സൗന്ദര്യം അല്ലത്, വൈസ് ഇൻസൈസീവ് വേർഡ്സാണ്. അപ്പം ആളുകൾ കൂടി എന്നാണ് പറയുന്നത്. അപ്പം ഇഫ് ദർ ഇസ് ക്വാളിറ്റി ദർ വിൽ ബി നമ്പർ. നമ്പർ ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ യേശു സഭയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ 2-3 പേര് ആയാലും സംഗതി നടക്കും. പക്ഷെ ഇപ്പം നമ്മൾ തിരിച്ചാണ് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ചർച്ച സെറ്റ് അതിൻ്റെ നമ്പരാണ് പറഞ്ഞത്. കത്തോലിക്ക സഭയിൽ ഇത്രയും എന്തൊരു ഞാൻ ഈ രാവിലെ വിചാരിക്കുകയായിരുന്നു, അത് ടോട്ടലി അബ്സർഡ്. ഇപ്പോൾ ഫ്രഞ്ചുകാരെ എനിക്കറിയാം. ഞാനവിടെ കുറേ നാൾ താമസിച്ചു ഫ്രാൻസ്. അവിടെയൊന്നും ഒരു അവിടുത്തെ ജനസംഖ്യയിൽ ഒരു ലെസ് ദാൻ 1% ആണ് ഇവിടെ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നത്. ബാക്കി വളരെ സെക്യുലർ പീപ്പിളാണ്. യൂറോപ്പിലൊക്കെ ഒത്തിരി വളരെ സെക്യുലറൈസ്ഡുള്ള ആളുകളാണ്. ലാറ്റിൻ അമേരിക്ക അവർക്ക് ഒത്തിരി മതങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ. ഈ കത്തോലിക്ക മതമൊന്നും മാത്രമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഒരു സഭ അതിൻ്റെ എണ്ണം എപ്പോഴും പറയുന്നത്. വിച്ച് എല്ലാ സഭകളൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. അപ്പം നമ്പർ മേ ബി ഇമ്പോർട്ടൻറ്റ് നമ്പർ. ഈ ഭക്ഷണം കഴിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യു ഹാവ് ടു ഫീഡ് ഓൾ ദി മൗത്ത്സ്, ഓപ്പൺ മൗത്ത്സ്. അതുകൊണ്ട് ദർ ഈസ് എൻ ഇമ്പോർട്ടൻസ് ഫോർ number in terms of your personal existence, but in terms of quality it's a different order. അതെനിക്ക് പറയാനുള്ളത്. ജെയിംസ് മാനിപ്പുലേഷൻസ് ആണെങ്കിലും ജെയിംസിന്റെ നേച്ചർ ആണ്
അൾട്ടിമേറ്റ് എന്നൊരു തോന്നൽ ഇപ്പോൾ മാറ്റുന്നുണ്ട്. അല്ല, അത് നമ്മൾ മുമ്പ് പറഞ്ഞ നേച്ചറും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു ശക്തിയായ വാദമുണ്ട്. ജനറ്റിക് ഡിറ്റർമിനിസം നമ്മുടെ പിള്ളേർക്കൊക്കെ അറിയാം. നമ്മുടെ പിള്ളേർക്ക് ഈ പഴയ ഉണ്ടല്ലോ, എന്നെ തല്ലേണ്ട അമ്മാവാൻ ഞാൻ ഒരിക്കലും നന്നായി വരിക എന്ന് പറയുന്ന അതൊരു പഴയ അന്ന് ജനറ്റിക്സ് എന്ന് അറിയാൻ പാടില്ല. ഇപ്പം പിള്ളേർക്ക് ജനറ്റിക്സ് അറിയാം. പിള്ളേർ പറയും മൈ ജീൻ ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറയും. എന്നെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല, ഇതാ എൻ്റെ ജീൻ അങ്ങനെയാണെന്ന് പറയും. ഇതാ ജനറ്റിക് ഡിറ്റർമിനിസം. അത് ഒരു എക്സ്ട്രീമാണ്. അപ്പം മനുഷ്യന് വേറെ മനുഷ്യ സ്വാതന്ത്ര്യം, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഉണ്ട് മറുവശത്ത്. അപ്പം വി ആർ നോട്ട് ബൗണ്ട് ടു ജനറ്റിക് ഡിറ്റർമിനിസം. അതൊരു ചില അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്താ പറയുക, ഇയോ വിൽസൺ ഒരാളും ഒരു ജനറ്റിക് ഡിറ്റർമിനിസം പറയുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ അറിവുള്ള ആളായതുകൊണ്ട് മറ്റു വശങ്ങളും അറിയാം. ഐ തിങ്ക് വി ഷുഡ് നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഹ്യൂമൻ ഫ്രീഡം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഈ ആസ്ട്രോളജിയിൽ സഭാപിതാക്കന്മാർ ഒരിക്കലും വിശ്വസിക്കാതിരുന്നത്. I mean, your fate, your destiny is not determined by the constellation of stars. അതെപ്പോഴും പറയും, പ്ലാനറ്ററി മൂവ്മെന്റ് അല്ല നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കേണ്ടത്. യു ആർ ഫ്രീ, യു സ്റ്റാൻഡ് above the planets because you are in God's image, who is the creator of the planets. അതുകൊണ്ട് ഈ ആസ്ട്രോളജിയിൽ ഒരിക്കലും നല്ല ക്രിസ്ത്യൻ ട്രഡീഷൻ വിശ്വസിച്ചു. പക്ഷെ നമ്മുടെ പോപ്പുലർ ലെവലിൽ നമ്മളിപ്പോൾ രാഹു നോക്കിയേ എന്തും ചെയ്യുള്ള എല്ലാ പിള്ളേരുടെ ജാതകമൊക്കെ എഴുതിക്കാറുണ്ട്. ഈ നാരായണ ഗുരു പോലും വിശ്വാസമില്ല. അദ്ദേഹം പറയുമായിരുന്നല്ലോ, കൊച്ചി ജനിച്ചു കഴിഞ്ഞല്ലേ ജാതകം എഴുതുന്നു, അല്ലേ? എനിക്കുന്നതിന് മുമ്പ് ജാതകം എഴുതുകയല്ലോ. വളരെ സജീവമായ ചർച്ചകളാണ് ഗ്രൂപ്പിൽ നടന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങളത് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു എന്ന് എനിക്കറിയാം. ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ചോദ്യങ്ങളും ഇഷ്യൂസും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആദ്യമേ നമ്മുടെ സാർ പറഞ്ഞതുപോലെ ഈ പ്രധാന വിഷയത്തോട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഇത് കൂടുതൽ എൻറിച്ചിങ് ആയിരിക്കും. നമുക്ക് ഉദാഹരണമായിട്ട് സയൻസ് ആൻഡ് റിലിജൻ തീർച്ചയായിട്ടും ഇതിനോട് ബന്ധപ്പെടുത്താവുന്നതാണ്. കാരണം ഫെയ്ത്ത് ഡയമെൻഷനും റീസൺഡ് ഡയമെൻഷനും നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അത് രണ്ടുമാണ് സയൻസ് ആൻഡ് റിലിജനിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ ഇത് വിഷയത്തോട് ബന്ധപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ പേപ്പർ ഞാനൊന്നുകൂടെ വായിച്ച് ചില എസൻഷ്യൽ കറക്ഷൻസും അഡീഷൻസും ഒക്കെ ഉണ്ട്. എങ്കിലും അത് പൂർണ്ണമാകില്ല. ടൈപ്പോഗ്രാഫിക്കൽ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അത് വിവരമായിട്ട് എടുക്കണ്ട. ഞാൻ കറക്റ്റ് ചെയ്ത് ഞാൻ വിജയനായിട്ട് അയച്ചു കൊടുത്തുകൊള്ളാം. അതുകൊണ്ട് നിർവഹിച്ച ഇമെയിലിൽ നമുക്ക് അയക്കുകയും ചെയ്യാം. നമ്മളെടുത്തിരിക്കുന്ന ഒരു വിഷയം വളരെ വളരെ വിപുലമായൊരു വിഷയമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശം പോലും നമ്മൾ സ്പർശിച്ചില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിക്കുമ്പം ഈ തിയോളജിക്കൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു വിഷയമാണ്. നമ്മളിപ്പം വേദപുസ്തകത്തിൻ്റെയും ക്രിസ്തീയ ഉപദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ട്. മറ്റ് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ താമസിക്കുമ്പം ഒരിക്കലും അവഗണിക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യയുടെ ആധ്യാത്മിക ദാർശനിക പാരമ്പര്യം. അത് വിപുലമായ അർത്ഥത്തിൽ ഹിന്ദുമതവും ബുദ്ധമതവും ജൈനമതവും എന്നിവയുള്ള മത സംഹിതകളെല്ലാം തന്നെ അതിനകത്ത് വരും. അപ്പം അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പം നമ്മുടെ ഈ ഹ്യൂമൻ എന്നുള്ള സങ്കല്പം വീണ്ടും വ്യത്യസ്തമാകും. വ്യത്യസ്തം ഞാൻ പറയുന്നത് വിപുലമാകുന്നു എന്ന് പറയുന്നത് കുറെ കൂടെ എൻറിച്ചിങ് ആയിട്ട് വരുന്നു എന്നുള്ളതായിരിക്കും കുറെ കൂടെ ശരി. പിന്നെ ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വീണ്ടും വിപുലമാവുക. ഒരു കാലത്ത് ഒരു ചിന്തയുണ്ടായിരുന്നു, ഫിസിക്സും ഈ ആസ്ട്രോണമിയും ഒന്നും ഈ മനുഷ്യൻ്റെ ദർശനവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല, അതൊക്കെ ഒബ്ജക്റ്റീവ് സയൻസസ് ആണ്, മനുഷ്യ ദർശനം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയും. ഇപ്പം തിരിച്ചാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് കാണും, ഈ ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോസ്മോളജിയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആസ്ട്രോഫിസിക്സിലും കോസ്മോളജിയിലും ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പ്രധാനപ്പെട്ട ഒരു സംഗതി. അടുത്ത നമ്മുടെ കുടിവരവിൽ അതുകൂടി ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ മനുഷ്യന് വേണ്ടിയാണോ ഈ പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയത്, അതോ മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ അതങ്ങനെ തന്നെ ഒരു പ്രത്യേക സ്ഥലം അതിൽ കണ്ടെത്തുകയായിരുന്നു
ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. അത് ആന്ത്രപ്പോളജിയാണ്, ബേസിക്കലി ജിയോളജിക്കൽ ആന്ത്രപ്പോളജിയാണ്. ഈ ഇന്റർ ഡിസിപ്ലിനറി ആകുന്നതിൻ്റെ ഒരു വലിയ പ്രയോജനം ആർക്കു വേണ്ടിയാണ് ശാസ്ത്രം, ആർക്കു വേണ്ടിയാണ് ടെക്നോളജി എന്നുള്ള ചോദ്യം എല്ലായിടത്തും നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ എന്താ പറഞ്ഞതുപോലെ എവല്യൂഷണറി ബയോളജി ആണെങ്കിലും ബയോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏതെങ്കിലും മേഖലയിൽ പുതിയ കണ്ടുപിടുത്തമോ പുതിയ പര്യവേക്ഷണമോ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം ഫോർ ഹൂം എന്നുള്ള ചോദ്യം നമുക്ക് എപ്പോഴും ചോദിക്കണം. അതൊരു അൾട്ടിമേറ്റ് എത്തിക്കൽ ക്വസ്റ്റ്യനാണ്. ഇപ്പം ആറ്റം ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയർ പവർ ഉണ്ടാക്കുമ്പോൾ ഉടനെ ചോദിക്കണം ഫോർ ഹൂം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ കഴിയുന്ന ഏക വ്യക്തി മനുഷ്യനാണ്. മൃഗങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, അവർക്ക് സഫർ ചെയ്യാനേ പറ്റൂ. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ ഈ മൃഗങ്ങളും ചെടികളും നശിച്ചു പോകും. പക്ഷെ മനുഷ്യന് ചോദ്യം ചോദിക്കാം. ജപ്പാനിലെ സമാധാനത്തിന് വേണ്ടി മനുഷ്യന്റെ സാധാരണ ഉപയോഗത്തിന് വേണ്ടിയുമാണ് ന്യൂക്ലിയർ റിയാക്ടർ അവിടെ ഉണ്ടാക്കിയത്. സ്ഥലത്തിന്റെ പേര് ഫുക്കുഷിമ. പക്ഷെ അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ജപ്പാൻകാർ ചോദിച്ചു, ലോകത്തിലുള്ള എല്ലാവരും ചോദിച്ചു ഫോർ ഹൂം എന്നുള്ളത്. ആ ചോദ്യം എനിക്ക് തോന്നുന്നത് എല്ലാ സയൻസിലും ടെക്നോളജിയിലും ദർശനങ്ങളിലും ചോദിക്കേണ്ട ചോദ്യമാണ്. അവിടെ ആകുമ്പോൾ ആന്ത്രപ്പോളജിയുടെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ അവിടെയായിട്ട് വരും. അങ്ങനെ വരുമ്പം ആ ചോദ്യം ഫിലോസോഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള അർത്ഥങ്ങളായിരുന്നു വരും. ഫോർ ഹൂം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദാറ്റ് പേഴ്സൺ ഫോർ ഹൂം വി ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഹൂ ഡസ് ഇറ്റ് എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്കാണ് ദൈവമായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഇന്റർ ഡിസിപ്ലിനറി search for what is human is essentially a theological search. ഞാനത് എടുത്തു പറയാൻ കാര്യം, ഞങ്ങളൊക്കെ തിയോളജി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഒരു വലിയ അളവ് വരെ ക്രിസ്ത്യൻ ആന്ത്രപ്പോളജിയെ നമ്മുടെ സ്ക്രിപ്ചറിൻ്റെയും നമ്മുടെ ഈ പ്രബോധനങ്ങളുടെയും മാത്രം ഒരു വട്ടത്തിൽ ഒതുക്കി നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് വളരെ എളുപ്പമാണ്. അപ്പം പക്ഷേ നമ്മൾ പുറത്തേക്ക് മാറിക്കഴിയുമ്പം വേറൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സഭകളുടെ കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത്, മനുഷ്യവർഗത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. യൂണിറ്റി ഓഫ് ദി ചർച്ചസ് എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളത് ശക്തിയായിട്ട് വന്നിരുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും മറ്റും അത് ഊന്നി പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ സഭകളാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ സഭകളുടെ ഐക്യം അടിസ്ഥാനം ഇടാനായിട്ട് നമ്മളെ സഹായിക്കും. ബട്ട് വി ആർ നോട്ട് ലിമിറ്റഡ് ടു ഇറ്റ്. വി ആർ എക്സ്പാൻഡിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിറ്റി ഫോർ ഹോൾ ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 1990s ഒക്കെ ആയപ്പോഴത്തേക്ക് അത് മാറി ഫോർ ദ ഹോൾ ക്രിയേഷൻ എന്നുള്ളതായി. അപ്പോൾ മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും നമ്മുടെ എക്യുമെനിക്കൽ വിഷനിൽ പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ യു ബിഗിൻ വിത്ത് മാൻ, യു ബിഗിൻ വിത്ത് man and women, you begin with the human community, you begin with the other religion, you include other religions, you include the whole of the cosmos. അങ്ങനെ വരുമ്പോൾ മാത്രമേ മനുഷ്യനെ കുറിച്ചുള്ള ദർശനം ഒരു ചെറിയ അളവിലെങ്കിലും തൃപ്തികരമായിട്ട് നമ്മൾ കാഴ്ചവെക്കാൻ സാധിക്കും. വലിയ ടാസ്ക്. ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള സമയത്ത് ഈ ഇന്റർ ഡിസിപ്ലിനറി ആകുക എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പ്രയാസമാണ്. കാരണം നമുക്ക് അറിയാവുന്ന മിക്കവാറും 1-2 ഏരിയാസ് ആയിരിക്കും നമുക്ക് അല്പം പരിചയമുള്ളത്. മറ്റേത് നമുക്ക് പൂർണ്ണമായിട്ട് പരിചയമില്ലെങ്കിലും അതിലൂടെ അറിയാനായിട്ടുള്ള ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവണം. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദങ്ങളിലൊന്ന് ബ്രഹ്മ ജിജ്ഞാസ എന്നുള്ളതാണ്. ആ വാക്ക് ക്രിസ്ത്യൻ ട്രഡീഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്നുള്ളത് മാത്രമല്ല, സകലത്തെയും അറിയുക എന്നുള്ളതാണ്. കാരണം സകലത്തിനും കാരണഭൂതമായ ഒരു സ്രോതസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബ്രഹ്മജിജ്ഞാസ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. നമ്മുടെ ശങ്കരാചാര്യനും മറ്റും കമന്ററി എഴുതിയേക്കുന്നവരിട്ട് സെൻറ്റൻസിനെ കുറിച്ച് ഒത്തിരി എഴുതുന്നുണ്ട്. അഥതു ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് ബ്രഹ്മസൂത്ര ഭാഷ്യമില്ല എന്നുള്ളത്. നമുക്കും ഈ എക്സ്പ്ലോറേഷൻ is not a physical exploration, not simply a psychological, mental exploration, but essentially and ultimately it is Brahma Jignasa എന്ന് പറയാമെന്ന് തോന്നുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പ്രസൻറ്റേഷനൊക്കെ നടത്തി. വെരി ഹാപ്പി. ഇത് നമുക്ക് ഡീപ്പൻ ചെയ്യണം ഈ ഒരു ഒരുമിച്ചുള്ള ഈ ചിന്ത. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ അതിൽ നിന്ന് പ്രയോജനം കിട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ല. എല്ലാവർക്കും നന്ദി.